അള്ളാഹുവിൻ്റെ ദീന് എന്നത് ഒരു പാരമ്പര്യത്തിലൂടെ കിട്ടിയ അമൂല്യമായ നിധിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ അർത്ഥത്തിൽ പറയുമ്പോഴും ദീനിൻ്റെ ഒരു ശൈലി എന്നത് പാരമ്പര്യവുമാണ്. പാരമ്പര്യത്തെ തള്ളിയാൽ യഥാർത്ഥത്തിൽ ആ പഴമയെ മാറ്റിവെച്ചാൽ കഴമ്പായതൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നത് ഒരു വസ്തുതയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി തന്നെ ഈ വസ്തുത നമ്മുടെ മുന്നിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ശറഅ് പരമ്പരയിലൂടെ വന്നതാണെന്നും അത് പാരമ്പര്യമാണെന്നും ഖുർആൻ അതിന്റെ സനദ് സഹിതമാണ് നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്ക് ഒരു പഴഞ്ചൻ രീതിയാണ് എന്ന് മുദ്രകുത്തുന്ന ആധുനിക പരിഷ്കർത്താക്കളും ഈ പാരമ്പര്യത്തെ പരോക്ഷമായി തന്നെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നത് ഒരു സത്യമാണ്. ഇന്നലകളിൽ കഴിഞ്ഞതിനെ മറന്നാൽ ഇന്നുള്ളതിൽ യാതൊരുവിധ കഴമ്പുമില്ല എന്നത് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലുള്ളതാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച എന്ന ആ ബോധം നമ്മളിൽ ഉണ്ടായത് ഇന്നലെ വെള്ളിയാഴ്ചയായതുകൊണ്ടാണ്. വെള്ളിയാഴ്ചയെ മറന്നാൽ, വെള്ളിയാഴ്ചയെ ഓർമ്മയില്ലെങ്കിൽ ശനിയാഴ്ചയിലേക്ക് എത്താ എന്നതൊരു സാധാരണക്കാരന്റെ ബുദ്ധിയിൽ പ്രായോഗികമല്ല. ഇന്നലകളിൽ നമുക്ക് ദീൻ പകർന്നു തന്നവരെ മറന്നിട്ട് ഇന്ന് ഒരു ദീനിനെ ഒരാൾ കൊണ്ടുവരാൻ നോക്കിയാൽ അതൊരിക്കലും ദീനിൽ ഉൾക്കൊള്ളാവുന്നതല്ല. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ശൂറയുടെ ആയത്തുകളിലൂടെ വളരെ വ്യക്തമായി തന്നെ അല്ലാഹു നമ്മുടെ മുന്നിൽ ഈ വസ്തുത പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ നഖീമുദ്ദീൻ. നിങ്ങളുടെ ശറഅ് മാ വസ്സാ ബിഹി നൂഹ, നൂഹ് നബിയോട് വസിയ്യത്ത് പറഞ്ഞ കാര്യങ്ങൾ, വല്ലദീ ഔഹൈനാ ഇലൈക, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വഹ്യ് പറഞ്ഞ കാര്യങ്ങൾ. ഈ ആയത്ത് ശകലത്തിൽ പ്രവാചക ശൃംഖലയുടെ രണ്ട് അഗ്രങ്ങളാ അള്ളാഹു പറഞ്ഞത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വസിയ്യത്തായി പറഞ്ഞതും മുത്തുനബിയോട് വഹ്യായി അറിയിച്ചതും രണ്ട് അഗ്രങ്ങളാണ് ഇവിടെ. എന്തിനാണ് നൂഹ് നബിയെ പറഞ്ഞത്? ശറഇന്റെ ആദ്യത്തെ പ്രവാചകനാണ് സയ്യിദന നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബിയെ ഒരഗ്രത്തിൽ പറഞ്ഞു, ഇപ്പുറത്തെ തലക്കൽ മുത്തുനബിയെയും പറഞ്ഞു. അവിടെ തുടങ്ങി ഇവിടെ തീർന്നതിലാണ് നിങ്ങളുടെ ദീൻ. എന്നിട്ട് ഇതിന്റെ ഇടയിൽ വന്ന പ്രവാചക ശൃംഖലയുടെ ആ സനദിനെ കൃത്യമായി അതിന്റെ ക്രമത്തിൽ തന്നെ ഖുർആൻ പറഞ്ഞു. വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ. യഥാക്രമം ഇബ്രാഹിം നബിയോട് വസിയ്യത്ത് പറഞ്ഞതും പിന്നീട് വന്ന മൂസ നബിയോട് വസിയ്യത്ത് പറഞ്ഞതും ഈസ നബിയോട് വസിയ്യത്ത് പറഞ്ഞതും ഈ സനദിനെ അടക്ക് പറഞ്ഞു. സനദ് നിർബന്ധ. സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ പലപ്പോഴും പല കാര്യത്തിന്റെയും ആധികാരികത പലരും അവകാശപ്പെട്ടോടുത്ത് സനദ് ചോദിച്ചിട്ടുണ്ട്. ദീനിന് സനദുണ്ട് എന്ന് ഖുർആൻ സൂറത്ത് ശൂറയുടെ 13-ാമത്തെ ആയത്തിൽ കാണാം. രണ്ട് അഗ്രങ്ങളിൽ രണ്ട് പ്രവാചക ശ്രേഷ്ഠരെ പറഞ്ഞിട്ട് അവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചതും അതിന്റെ ഇടയിൽ ഈ പറയപ്പെട്ട പ്രവാചകന്മാർ പ്രബോധനം ചെയ്തതും അതാണ് നിങ്ങളുടെ ദീൻ. ആ പരമ്പരയുടെ വളരെ കൃത്യമായ രേഖ നമ്മുടെ മുന്നിൽ കാണിച്ചു. നേരെ ഒരു വര, അങ്ങേ തല ഇങ്ങേ തല, നൂഹ് നബിയിൽ തുടങ്ങി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവസാനിച്ചു. ഇങ്ങനെ ഒരു ചിത്രീകരണം ഖുർആൻ നമ്മുടെ മുന്നിൽ നടത്താം. അതിനെ അങ്ങനെ തന്നെ അവതരിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മഹാന്മാരായ പല സ്വഹാബികളിൽ നിന്നും വ്യത്യസ്തമായ റിവായത്തുകളിൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് പറയാം. മഹാനായ ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നുണ്ട്, മഹാനായ ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയുന്നുണ്ട് ഹദീസ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന മറ്റൊരു സ്വഹാബി പറയുന്നുണ്ട്. ഒരുപാട് സ്വഹാബികളിലൂടെ വ്യത്യസ്ത റിവായത്തിൽ പറയപ്പെട്ട ഹദീസിന്റെ സംഭവം മുത്തുനബിയുടെ ചുറ്റും കൂടിയ സ്വഹാബികൾ വ്യത്യസ്ത റിവായത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഹദീസ് എന്താ ഹദീസ്? മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനായ സ്വഹാബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖത്തലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്താ. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളുടെ മുന്നിൽ ഒരു വര വരച്ചു, നേരെ ഒരു വര. എന്നിട്ട് പറഞ്ഞു, ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദാ സബീലുല്ലാഹ്. ഞാൻ നേരെ വരച്ച ഈ വരയുണ്ടല്ലോ, അത് അല്ലാഹുവിലേക്കുള്ള വഴിയാ. നേരത്തെ പറഞ്ഞ നൂഹ് നബിയിൽ തുടങ്ങി മുത്ത് നബിയിൽ അവസാനിച്ചു എന്ന് പറഞ്ഞ ഖുർആൻ പറഞ്ഞ നേരെ ഉള്ളവര. ഞാൻ നേരെ വരച്ച ഈ ആദ്യത്തെ വര അല്ലാഹുവിലേക്കുള്ള വരയാ. സുമ്മ ഖത്ത ഖുതൂതൻ യമീനം വശിമാല. പിന്നെ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി ഇടതും വലതുമായി വേറെയും കുറെ വരകൾ വരച്ചു. ആദ്യത്തെ വര തുടങ്ങിയോടത്തുനിന്ന് തന്നെ തുടങ്ങി ആദ്യത്തെ വര അവസാനിക്കുന്നോടത്ത് നടുവിലെ വരയുടെ രണ്ട് അഗ്രങ്ങളെ തന്നെ അടിസ്ഥാനമാക്കി ചുറ്റിലും വരച്ചപ്പോൾ വളഞ്ഞുപോയി. അങ്ങനെയാണല്ലോ. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി സുബുലും മുതഫർരിഖ, ഇതും വഴികളാണ് സ്വഹാബ. വഅലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താൻ, ഈ ഓരോ വഴികളിലും പിശാച് ഉണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നടുവിലൂടെ വന്നതിലൂടെ പോവാനാ പറഞ്ഞിട്ടുള്ളത്. നിശ്ചയിക്കപ്പെട്ടത് അത് തന്നെയാണ്. ആ വഴിയിലേക്ക് കയറാൻ, വരച്ച് സൂചിപ്പിച്ച മധ്യത്തിലുള്ള യഥാർത്ഥ വരയിലേക്ക് കയറാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടതുണ്ട്. എന്തിനാ സമസ്ത, എന്തിനാ അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ പ്രവർത്തനങ്ങൾ, എന്തിനാ ചാരിറ്റി പ്രവർത്തനങ്ങൾ, എന്തിനാണ് ഒരു മഹലിന്റെ സുഗമമായ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പങ്കാളിത്തം ഉണ്ടാകുന്നത്? ആ നേരെ വരച്ച നടുവില വരയിലൂടെ പോവാൻ വേണ്ടിയാ. അല്ലാഹുവിന്റെ ഹബീബ് അതിനു വേണ്ടി ദുആ ചെയ്യാൻ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നല്ല, ഒരു മനുഷ്യ ജീവിതത്തിൽ ആകെ നിർബന്ധമുള്ള ദുആ ആ നടുവിലൂടെ വരച്ച യഥാർത്ഥ വഴിയുണ്ടല്ലോ, അതിലൂടെ പോകാനുള്ള ദുആയാ. ആ ദുആ പറയാൻ വേണ്ടി അല്ലാഹുവിന്റെ ഖുർആനിൽ ഏതെങ്കിലും ഒരു ഭാഗത്തല്ല ആ ദുആഇന് അല്ലാഹു അവസരം കൊണ്ടുവന്നത്. പരിശുദ്ധമായ ഖുർആനിന്റെ ഉള്ളടക്കമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തിയ സൂറത്തുൽ ഫാത്തിഹയില. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അൽ ബഖറ മുതൽ അന്നാസ് വരെയുള്ള ഖുർആനിന്റെ 113 അധ്യായങ്ങളും ഉള്ള അധ്യായമാ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഉള്ളടക്കമാ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിൽ 7 ആയത്തുകളാ. 6ാമത്തെ ആയത്ത് റസൂലുള്ളാഹി നടുവിലായി വരച്ച യഥാർത്ഥ വരയുണ്ടല്ലോ, ആ വഴിയുണ്ടല്ലോ, അതിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന ദുആയാ. ആ ദുആഇന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി, ആ ദുആഇന്റെ പ്രാധാന്യത്തെ കണക്കിലെടുത്തിട്ടാണ് ആ ദുആ പറയുന്നതിന് മുന്നേ സൂറത്തുൽ ഫാത്തിഹയുടെ 5 ആയത്തുകൾ വന്നിട്ടുള്ളത്. സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യത്തെ 5 ആയത്തുകൾ അല്ലാഹുവിനോടുള്ള പ്രകീർത്തനമാ. റബ്ബിനെ പ്രകീർത്തിച്ചതിന്റെ പിന്നിലാ. റബ്ബിനെ പ്രകീർത്തിച്ച് കഴിഞ്ഞിട്ടാ റബ്ബിന്റെ മുന്നിൽ ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും മുഖ്യമായ പ്രാർത്ഥന, ഒരു മനുഷ്യ ജീവിതത്തിൽ നിർബന്ധമായ ഏക പ്രാർത്ഥന പറഞ്ഞിട്ടുള്ളത്. ആ പ്രാർത്ഥന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവിന്റെ ഹബീബ് നടുവിലൂടെ വരച്ച വരയാകുന്ന ആ വഴിയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്.
സൂറത്തുൽ ഫാത്തിഹ പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കമാണല്ലോ. ഉള്ളടക്കത്തിന്റെ പ്രോട്ടോകോൾ തെറ്റിച്ചിട്ട് സൂറത്തുൽ ഫാത്തിഹയിൽ 7-ാമത്തെ ആയത്ത് വന്നു. ഈ പ്രാർത്ഥനയുടെ വ്യാഖ്യാനം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ ആ നേരായ വഴി എന്ന് പറഞ്ഞാൽ നിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരായ ആളുകളുണ്ടല്ലോ, മഹാന്മാരുടെ വഴിയിലേക്ക് കൂട്ടണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് നടുവിൽ വരച്ച ആ വഴിയിലേക്ക് കൂട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആനിന്റെ ഏതെങ്കിലും അധ്യായത്തിലല്ല വന്നിട്ടുള്ളത്, സൂറത്തുൽ ഫാത്തിഹയില. ആ പ്രാർത്ഥന പറയാൻ വേണ്ടി അതിന്റെ മുഖവുരയിൽ 5 വചനങ്ങൾ വന്നു. ആ പ്രാർത്ഥനയുടെ വിശദീകരണമായി 6-7-ാമത്തെ ആയത്തും വന്നു. ഇനി കേട്ടോളൂ, ആ പ്രാർത്ഥന ഒരു മനുഷ്യ ജീവിതത്തിൽ നിർബന്ധമായത് ഒരു ദിവസം 17 വട്ടമാ. എവിടെ വെച്ച് നിർവഹിക്കണമെന്നറിയുമോ? മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായ നിസ്കാരത്തിൽ തന്നെ നിർവഹിക്കണേ. ഖിബലക്ക് മുന്നിട്ട് നിസ്കാരത്തിന്റെ സർവ്വ ഷർത്തുകളും ഫറളുകളും പാലിച്ച് ഈ പ്രാർത്ഥന ഒരാൾ നടത്തിക്കൊണ്ടിരിക്കും. ആ നടുവിലൂടെ വരച്ച ആ വരയിലേക്ക് ചേരാൻ അള്ളാഹു ചേർക്കട്ടെ, അള്ളാഹു ചേർക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ആ വഴിയിലേക്ക് ചേരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നതിന് പല രീതിയിൽ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. പഴയത് വിട്ടെറിഞ്ഞിട്ട്, പഴയത് വേണ്ടാന്ന് പറഞ്ഞിട്ട്. ഞങ്ങളൊക്കെ ജാമിഅ നൂരിയയിൽ മഹാനായ ശൈഖുന കാളമ്പാടി ഉസ്താദ് ഒരു ഇൽമ് പറയുമ്പോ ഉസ്താദിന്റെ പൊതുവെയുള്ള ശൈലി അത് ഏത് കിതാബിൽ ഏത് ഭാഗത്ത് എന്ന് കൃത്യമായി പറയും. എങ്ങാനും പറഞ്ഞിട്ടില്ല, ഉസ്താദ് പറയാൻ വിട്ടുപോയതാണെങ്കിൽ, അങ്ങനെ മുൻപൊരിക്കലും കേൾക്കാത്ത ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ ഞങ്ങളുടെ ഡയറിയിൽ കുറിച്ചു വെക്കും, ഇങ്ങനെയാ ശൈഖുന പറഞ്ഞിട്ടുള്ളത്. കാരണം പാരമ്പര്യം കൃത്യമാണ് എങ്കിൽ അവിടെ കിതാബ് പറയണ്ട, അത് കാളമ്പാടി ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. പാരമ്പര്യം കൃത്യമാവണം, വഴി കൃത്യമാവണം. എന്താ വഴി? വഴി കൃത്യമാണ് എങ്കിൽ അത് ആര് പറഞ്ഞതെന്നാലും വഴിയിലൂടെ പോകാം. വഴി എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പ്രിയമുള്ളവരെ, വഴി കൃത്യമല്ല എങ്കിൽ എത്ര പ്രഗൽഭൻ പറഞ്ഞു തന്നാലും വഴി തെറ്റിപ്പോകാം. വഴി കൃത്യമായിരിക്കണം. ഞാൻ പറയാം, ഒരു ബസ് കൊണ്ടുവന്ന് നിർത്തിയാൽ ആ ബസ്സിൽ യാത്ര ചെയ്യേണ്ട യാത്രികൻ പാലിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്, അതിന് നിശ്ചയിക്കപ്പെട്ട വഴിയിലൂടെ അതിന്റെ അകത്തേക്ക് കടക്കണം. ഒരുത്തനുണ്ട്, അതിന്റെ വിൻഡോ ഭാഗത്ത് കൂടി തല ആദ്യം കടത്തി ടയറിൽ ചവിട്ടി അങ്ങോട്ട് കയറിയാൽ അപകട. അത് നിർത്തേണ്ട സമയത്ത് നിർത്തേണ്ട പോലെ നിർത്തി, ഇറങ്ങേണ്ടവരിറങ്ങി, കയറാൻ നിശ്ചയിച്ച ഡോറിലൂടെ തന്നെ ചവിട്ടുപടിയിലൂടെ തന്നെ കയറണം. അങ്ങനെയാ വേണ്ടതല്ലെങ്കിൽ അപകടമാ. വഴി എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തിലേക്ക് നിശ്ചയിക്കപ്പെട്ടതും മുൻപ് കുറെ ആളുകൾ സഞ്ചരിച്ചതും ഇനി കുറെ ആളുകൾ സഞ്ചരിക്കാനുമുള്ളതെന്തോ അതാണ് വഴി. അങ്ങനെയല്ല വഴി. വഴി എന്ന് പറഞ്ഞ റോഡ് അങ്ങനെയല്ല. മുമ്പ് കുറെ ആളുകൾ പോയതാവണം. അങ്ങനെ ഇതിലെ വട്ടം കടന്ന ഈ പറമ്പിലൂടെ ചാടി അതിലെ ചാടി നമുക്ക് വെള്ളാങ്കല്ലൊരു മതിലകം, അപ്പോഴേ അങ്ങോട്ട് കടന്ന മതിലകം, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാ എത്താം, എത്താതിരിക്കാം. എത്തിയാൽ തന്നെ എത്തേണ്ട നേരം വിട്ടു വൈകാം. ചിലപ്പോൾ നേരത്തെയുമാവാം. വഴി കൃത്യമായി വേണം. മുമ്പ് കുറെ ആളുകൾ പോയ ഇടത്തിന് വഴി എന്ന് പറയാ. അല്ലാഹുവിന്റെ ഖുർആനിൽ 44 സ്ഥലങ്ങളിൽ സിറാത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് മുൻഗാമികൾ സഞ്ചരിച്ചു പോയ വഴി എന്ന അർത്ഥത്തിൽ തന്നെയാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. ആ വഴിയിലൂടെ തന്നെ പോകണം. ഒരു ഹദീസ് കേട്ടോളൂ, സ്വഹീഹുൽ ബുഖാരി അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി, യാ മഅ്ശറൽ ഖുറാ ഇസ്തഖീമൂ ഫഖദ് സുബിഖതും സബഖൻ ബഈദാ.
ഓ ഖുർആൻ ജീവിതത്തിന്റെ മാർഗദർശനമായി കിട്ടിയ മഹാഭാഗ്യവാന്മാരായ മുസ്ലിമീങ്ങളെ, ഇസ്തഖീമു, മുൻഗാമികൾ പോയ വഴിക്ക് തന്നെ നിങ്ങൾ പോകണേ, മുസ്തഖീമായ വഴിയിലൂടെ പോകണേ. മുത്തായ നബി തങ്ങളുടെ ഹദീസ് സ്വഹീഹുൽ ബുഖാരി. എന്നിട്ട് പറയാണ്, ഫഖദ് സുബിഖതും സബഖൻ ബഈദാ, ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മുൻഗാമികളുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ മുൻഗാമികളുടെ വഴി അവഗണിച്ചുകൊണ്ട് ഒരാൾ വലത്തേക്കോ ഇടത്തേക്കോ ഒന്ന് ചെരിഞ്ഞാൽ, ചാഞ്ചാടിയാൽ, ലഖദ് ലലൽതും ലലാലം ബഈദാ, ഒരിക്കലും ശരിയിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത വിധം അവൻ വഴിപിഴച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നേരത്തെ പറഞ്ഞ നടുവിലെ വരയുടെ അപ്പുറത്തും ഇപ്പുറത്തും വരച്ച വരയിലേക്ക് ചാഞ്ചാടിപ്പോയാൽ പരിഷ്കാരത്തിന്റെ പലതും പറയാൻ കഴിയും. അവൻ പറയുന്നത് ആധുനികന്റെ ദീനല്ല, അവൻ പറയുന്നത് ഇബ്ലീസിന്റെ ദീനാ. ഒന്ന് ചിരിഞ്ഞാൽ, ഒന്ന് ചാഞ്ചാടിയാൽ നടുവിലെ വര വിട്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കുറെ സാബിഖീങ്ങൾ പോയ വഴിയാ നടുവിലെ വഴി എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ സാബിഖീങ്ങളിലേക്ക് ചേർക്കട്ടെ. മറക്കാൻ പറ്റൂല. ഒരാളുടെ ഈമാൻ നിലനിൽക്കണോ, ആ മുൻഗാമികളായ സാബിഖീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ. മുൻഗാമികൾക്ക് വേണ്ടിയുള്ള ദുആ, റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബി മുൻഗാമികളോട് മനസ്സിലുള്ള ആദരവ് നഷ്ടപ്പെട്ടാൽ ആ വഴിയിലെത്താൻ പറ്റൂല എന്ന് ഖുർആൻ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഖുർആൻ. എല്ലാ വെള്ളിയാഴ്ചയും ഖുത്ബ തീരുന്നത് ഈ ആയത്ത് ഓതിയിട്ടാണ്. മുൻഗാമികളെ മറന്നാൽ സാബിഖീങ്ങളുണ്ട്. റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിനല്ലദീന സബഖൂനാ. സാബിഖീങ്ങൾ ആരായി? സാബിഖീങ്ങൾ ശ്രദ്ധിക്കണേ. ആരാണ് ഈ സാബിഖീങ്ങൾ? മഹാന്മാരായ ബദരീങ്ങളെ കുറിച്ചായി ആയത്ത് പറഞ്ഞത്. ബദരീങ്ങളുടെ മഹത്വം നമുക്ക് പഠിപ്പിച്ചു തന്നത് അള്ളാന്റെ ഹബീബ. ബദരീങ്ങളെ കുറിച്ച് നമ്മുടെ മുന്നിൽ 1000 പ്രഭാഷണങ്ങൾ നടത്തിയത് പരിശുദ്ധ ഖുർആനാ. ബദരീങ്ങളെ പുച്ഛഭാവത്തോടുകൂടെ വീക്ഷിക്കുന്നവനും അറിയാതെയും ബദരീങ്ങളുടെ വഴിയിലേക്ക് കൂട്ടണേ എന്ന് ദുആ ചെയ്യുന്നുണ്ട്. അവന്റെ ആദരത്തിലും വന്ന് ചേരുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. ഹൃദയത്തിൽ ആദരവില്ലാതെ എത്ര ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം പറഞ്ഞാലും ആ വഴിക്ക് അവന് കൂടാൻ പറ്റില്ല എന്ന് ഖുർആൻ. ഈ സാബിഖീങ്ങളുടെ വഴിയിലേക്ക് എത്താൻ ആരാണ് ഈ സാബിഖീങ്ങൾ? അല്ലാഹുവിന്റെ ഖുർആനിൽ നിസ്കാരം 5 വഖത്താണെന്ന് പറയാൻ അക്ഷരങ്ങൾ കൊണ്ട് പിശുക്ക് കാണിച്ച ഖുർആൻ. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി എന്ന് പറയാൻ വാക്കുകൾ കൊണ്ട് പിശുക്ക് കാണിച്ച ഖുർആൻ. ആരാണ് ഈ സാബിഖീങ്ങൾ എന്ന് പറയാൻ പിശുക്ക് കാണിച്ചില്ല? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. سورة التوبة. السابقين على والسابقون الأولون من المهاجرين والأنصار. അവർ മുഹാജിറുകളാ, അവർ അൻസാറുകളാ. ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങളിൽ പ്രമുഖനായ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ അവിടുത്തെ ദുർറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആരാണ് ഈ സാബിഖീങ്ങൾ എന്നറിയുമോ? ഹുമുല്ലദീന സല്ലൂ ഇലൽ ഖിബ്ലതൈനി ജമീആ.
രണ്ട് പ്രാവശ്യം ഖിബലയുടെ മാറ്റ പ്രഖ്യാപനത്തിന്റെ അമരധ്വനി മുഴങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ കൂടിയവരുണ്ടല്ലോ സ്വഹാബികൾ, അവരാ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞു, വഹും അഹ്ലു ബദർ, അവർ ബദരീങ്ങളാ ബദരീങ്ങളാ ബദരീങ്ങളാ. വസൽ ഹുനൈനം വസൽ ബദറം വസൽ ഉഹദാ أنواع تعذيبهم والحتف كيف جرى مولاي صل وسلم دائما أبدا للخلق كلهم اهدنا الصراط المستقيم. ബദരീങ്ങളുടെ വഴിയിലേക്ക് കൂട്ടണമെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. മുഴുവനും ആയത്തെ ഹദീസ്. ഇതിന് ഇങ്ങനെ അല്ല പിന്നെ എങ്ങനെയാ അർത്ഥം പറയാ? ഇങ്ങനെയല്ല പിന്നെ പിന്നെ എങ്ങനെയാ അർത്ഥം പറയാ? മറ്റൊരു എങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടുവാ. ഇങ്ങനെ പറയാൻ കഴിയൂ, ഇങ്ങനെ പറയിപ്പിക്കൂ. അതിനാണ് SKSSF. അള്ളാഹുവിന്റെ ദീനിനെ വികലമാക്കാനും അതിനെ വക്രവൽക്കരിക്കാനും ആര് ശ്രമിച്ചാലും പിടിച്ചുകെട്ടും. അതിനാ വരക്കൽ ഉപ്പാപ്പ ദീനിന്റെ തനതായ ശൈലിയെ ഈ ഉമ്മത്തിന് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഏൽപ്പിച്ചു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബദരീങ്ങളുടെ വഴി ചില്ലറക്കാര ബദരീങ്ങള്, അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളായ ബദരീങ്ങൾ ചില്ലറക്കാര. അവരുടെ മഹത്വം കേട്ടോളൂ. സ്വഹീഹുൽ ബുഖാരി അനസ് റളിയല്ലാഹു അൻഹു ഖാല. ശ്രദ്ധിക്കണേ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നേരെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ സഅദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ വ അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ ഫറജഫഹി ബിഹിം ഉഹദ ഫഖാല النبي صلى الله عليه وسلم اثبت ഉഹദ ഇന്നമാ അലൈക നബിയ്യുൻ വസ്ദീഖ് വസ്ശഹീദാനി. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു പറയാ, അല്ലാഹുവിന്റെ ഹബീബ് ഉഹദിന്റെ പടവുകളിലേക്ക് കടന്നു പോവുകയാ. പടകൂറ്റൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഉഹദിന്റെ പാറക്കെട്ടുകൾ താണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് മുകളിലേക്ക് പോകാം. തൊട്ട് പിന്നിലുണ്ട് അബൂബക്കറിൻ വ ഉമർ വ ഉസ്മാൻ, മൂന്നുപേരുണ്ട്. ഹബീബായ നബി തങ്ങൾ കയറിയതോടെ സ്വഹാബികൾ ഉഹദിന്റെ മുകളിലേക്ക് കയറിയതോടുകൂടെ ആദരവ് കൊണ്ട് ഉഹദ് മല കടന്ന് വിറയ്ക്കാൻ തുടങ്ങി. റോബിൻസൺ ക്രൂസോയുടെ ഐലൻഡ് സ്റ്റോറിയല്ല ഈ പറയുന്നത്, സ്വഹീഹുൽ ബുഖാരി. ആദരവ് കൊണ്ട് പർവ്വതം വിറയ്ക്കോ? ആദരവ് കൊണ്ട് പർവ്വതം വിറയ്ക്കോ? ആദരവ് കൊണ്ട് പർവ്വതം പൊട്ടിത്തെറിക്കുമെന്ന് ഖുർആൻ. ആദരവ് കൊണ്ട്, മഹാന്മാരോടുള്ള ആദരവ് കൊണ്ട് പർവ്വതം വിറച്ചു എന്നല്ല, ആദരവ് വന്നാൽ പർവ്വതം പൊട്ടിത്തെറിക്കുമെന്ന്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനോടുള്ള ഭയപ്പാട് തോന്നിക്കഴിഞ്ഞാൽ പരിശുദ്ധമായ ഖുർആന്റെ അവതരണമുണ്ടായ പാറക്കെട്ടുകൾ പോലും പൊട്ടിത്തെറിക്കുമെന്ന്. ജമ്മു കാശ്മീർ മുതൽ ആസാം വരെ വ്യാപിച്ചു കിടക്കുന്ന ഹിമാലയത്തിന്റെ മുകളിൽ അല്ലാഹുവിനോടുള്ള ഭയപ്പാട് പ്രത്യക്ഷമായി കഴിഞ്ഞാൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അള്ളാഹുവിനോടുള്ള ഭയപ്പാട് പ്രകടിപ്പിക്കുക. മഹാന്മാരെ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഭയപ്പാട് പ്രത്യക്ഷമാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സൂറത്ത് യൂനുസിന്റെ വ്യാഖ്യാനം പറയുന്നോടത്ത് ഇമാം മുഹമ്മദ് ബിൻ മുഹമ്മദ് സാവി തങ്ങൾ ഒരു ഹദീസ് പറയുന്നുണ്ട്. ഔലിയാഉല്ലാഹില്ലദീന ഇദാ ദുകിറല്ലാഹ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസനെ കണ്ടാൽ അള്ളാഹ്ന് ഓർമ്മ വരും.
റബ്ബിന്റെ സ്മരണ പ്രത്യക്ഷപ്പെടും. റബ്ബിന്റെ സ്മരണ പ്രത്യക്ഷപ്പെടുന്നോടത്ത് പർവ്വതം പൊട്ടിത്തെറിക്കും. ഉഹദ് മല വിറച്ചു. ഉഹദ് മല വിറച്ചപ്പോൾ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സുബ്തു ഉഹദ്, ഉഹദേ നീ വിറക്കല്ലേ, ഇന്നമാ അലൈക നബിയുൻ, നിന്റെ മുകളിൽ പാദമുറപ്പിച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ നബിയാ, വസുദ്ദീഖുനി, സമുദായത്തിന്റെ സിദ്ദീഖ, വശഹീദാനി, പിൽക്കാലത്ത് രണഭൂമിയിൽ അല്ലെങ്കിൽ ഷഹീദായി മാറേണ്ട മഹാന്മാരായ 2 രക്തസാക്ഷികളാ നിന്റെ മുകളിൽ നിൽക്കുന്നത്. അടങ്ങണം ഉഹദേ എന്ന് മുഹമ്മദ് മുസ്തഫ. ബദരീങ്ങളായ സഹാബികൾ കയറി നിന്ന പർവ്വതം പോലും ആദരവ് കൊണ്ട് വിറച്ചു. അങ്ങനെ അവരുടെ വഴിയിലേക്കാ കൂടേണ്ടത്. ഇവരെ മറന്നിട്ട് ഒരു ഹിദായത്ത് തേടൽ ഇല്ല. അവരുടെ വഴിയിലൂടെ പോവലല്ലാതെ മറ്റൊരു വഴിക്ക് പോയാൽ ഹിദായത്ത് കിട്ടൂല. ഏത് കാലഘട്ടത്തിലും ബദരീങ്ങൾ അങ്ങനെയാണ്. ഏത് കാലഘട്ടത്തിലും ബദരീങ്ങൾ വരുന്നതിന് മുമ്പും ബദരീങ്ങളെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങൾ പറയാതെ പോയിട്ടില്ല. സീമാഹും ഫീ വുജൂഹിഹിം മിൻ നഫരിസ് സുജൂദ് ദാലിക മസലുഹും ഫിത് തൗറാത്തി വമസലുഹും ഫിൽ ഇൻസീൽ. ബദരീങ്ങൾ വരുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ ഉപമകൾ പറഞ്ഞു പോയതാ തൗറാത്തില്. ബദരീങ്ങൾ വരുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ മഹത്വങ്ങൾ പറഞ്ഞു പോയതാ ഇൻജീലില് എന്ന് പരിശുദ്ധ ഖുർആൻ. എന്തുകൊണ്ടാ? ബദരീങ്ങളുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. ബദരീങ്ങളെ കുറിച്ച് ഖുർആൻ എത്രയാ പറഞ്ഞത് എന്നല്ല, ബദരീങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞ പോലെ അറേബ്യൻ സാഹിത്യ നഭോമണ്ഡലത്തിൽ പരിശുദ്ധ ഖുർആൻ പെയ്തിറങ്ങുമ്പോൾ ഖുർആൻ അതിന്റെ മനോഹാരിതയുടെ കുങ്കുമച്ചപ്പ് തുറക്കുന്നത് എപ്പോഴാണെന്നറിയുമോ? അസ്ഹാബുൽ ബദറിനെ കുറിച്ച് പറയാൻ വേണ്ടി അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്ത് കൊണ്ടുവരുന്നുണ്ടേ. സൂറത്തുൽ ഫത്ഹിന്റെ 29-ാമത്തെ ആയത്താണ് ആയത്ത്. സൂറത്തുൽ ഫത്ഹിന്റെ 29-ാമത്തെ ആയത്ത് ബദരീങ്ങളുടെ മഹത്വം പറയാം. ഈ ആയത്തിന്റെ പ്രത്യേകത എന്താ? ഈ ആയത്തിന്റെ പ്രത്യേകത 29-ാമത്തെ ആയത്തിൽ അറബി ഭാഷയിലെ 29 അക്ഷരങ്ങളുമുണ്ട്. ഒരു ആയത്തിൽ അറബി ഭാഷയിലെ എല്ലാ അക്ഷരവും വരുന്നു എന്നതൊരു മഹാത്ഭുതം. ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ ഇങ്ങനെ കാണുന്നില്ല. മുഫസ്സിറുകൾ പറയുന്നത് 2 സ്ഥലത്തേ ഉള്ളൂ. ഒരായത്തിൽ ഒരു ആയത്തിൽ അറബി ഭാഷയിലെ എല്ലാ അക്ഷരവും വരുന്നു എന്നത് മഹാത്ഭുതമാണ്. അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു അധ്യായത്തിൽ തന്നെ അറബി ഭാഷയിലെ എല്ലാ അക്ഷരവും ഇല്ല. വലീദ് ബിൻ മുഗീറ വന്നുകൊണ്ട് മുത്തനബിയോട് വെല്ലുവിളിച്ചല്ലോ, മീം എന്ന് പറയുന്ന ഒരക്ഷരമില്ലാത്ത ഒരു വചനം കൊണ്ടുവരാൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറേബ്യൻ സാഹിത്യ നഭോമണ്ഡലത്തിലെ മുടിചൂടാൻ മന്നൻ വെല്ലുവിളിച്ചു പോയതിന്റെ സാക്ഷാത്കാരമായി മറുപടിയായി ഒരു അധ്യായം അവതരിപ്പിച്ചു കൊടുത്തു. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്സല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ അധ്യായം ഒരു വചനം ചോദിച്ചു വന്നവൻ ഒരു അധ്യായം കൊണ്ട് മറുപടി പറഞ്ഞപ്പോ ആ അധ്യായത്തെ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ കഅബ ശരീഫിന്റെ മുൻവശത്ത് അത് എഴുതി വെച്ചപ്പോ വലീദ് ഇബ്നു മുഗീറ അതിന്റെ ചുവട്ടിൽ കുറിച്ചു, മാ ഹാദാ ബിഖൗലിൽ ബശ്രി, ഇതൊരിക്കലും മനുഷ്യൻ പറഞ്ഞ വചനമല്ല. മീം എന്ന് പറയുന്ന അക്ഷരമില്ലാത്ത വചനം ചോദിച്ച് വെല്ലുവിളിച്ച അറേബ്യൻ സാഹിത്യ നഭോമണ്ഡലത്തിലെ മുടിചൂടാൻ മന്നൻ അതിന്റെ താഴെ എഴുതി വെച്ച അക്ഷരത്തിൽ പോലും മീം കടന്നു വന്നു എന്നതാണ്. ഒരു അക്ഷരം ഇല്ലാത്ത അധ്യായം, ഒരുപാട് അക്ഷരങ്ങളില്ല അധ്യായത്തിൽ. ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി നോക്ക്, ഒരു അധ്യായം അതിൽ പല അക്ഷരങ്ങളുമില്ല. എന്തിനേറെ ഖുർആനിലെ 113 അധ്യായങ്ങളും ഉള്ള സൂറത്തുൽ ഫാത്തിഹ എന്ന ഖുർആന്റെ ഉള്ളടക്കം, അതിൽ തന്നെ എത്ര അക്ഷരങ്ങളില്ല. ഫാത്തിഹയിൽ ജീമില്ല. ഫാത്തിഹ എന്ന് പറയുമ്പോഴേ ഫാ ഉള്ളൂ, ഓതിയാൽ ഫാ ഇല്ല. ഇങ്ങനെ ഒരുപാട് അക്ഷരങ്ങൾ ഇല്ലാത്ത അധ്യായങ്ങൾ ഉണ്ട് എങ്കിൽ
അസ്ഹാബുൽ ബദറിനെ കുറിച്ച് പറയുന്ന ആയത്തിൽ അറബി ഭാഷയുടെ സാഹിത്യത്തിന്റെ എല്ലാ മനോഹാരിതയും അല്ലാഹു കൊണ്ടുവന്നു. ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണല്ലോ. ബദരീങ്ങളെ കുറിച്ച് പറയുന്ന ആയത്തിനൊരു ഭംഗിയിൽ കുറവ് വേണ്ട. ബദരീങ്ങളെ കുറിച്ച് പറയുകയാണ്. സൂറത്തുൽ ഫത്ഹിന്റെ 29-ാമത്തെ ആയത്തിലൂടെ ബദരീങ്ങളുടെ ശ്രേഷ്ഠത പറയാ, ബദരീങ്ങളുടെ മഹത്വം പറയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരിസ് സുജൂദ്. ബദരീങ്ങളെ കുറിച്ച് അങ്ങനെ സുദീർഘമായി പറയാ. ബദരീങ്ങളെ കുറിച്ച് പറയുമ്പോ ഒരു സംഘത്തെ പരിചയപ്പെടുത്തുമ്പോ ആരാ സംഘത്തിന്റെ നേതാവ് എന്ന് ആദ്യം പറയല. അതിന്റെ ഔപചാരികത. നമ്മളോട് ചോദിക്കൂലോ ആരാ നിങ്ങളുടെ നേതാവ്, നമ്മൾ പറയൂലോ ദീനിന്റെ വഴിയിൽ ഞങ്ങൾ ആരുടെ നേതൃത്വത്തിലെന്ന് പറയുമല്ലോ. മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലാ മഹാന്മാരെ കുറിച്ച് പറയുമല്ലോ. ആരാ നിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്ന് ചോദിച്ചാൽ പല രാഷ്ട്രീയ പ്രവർത്തകരും പറയുമല്ലോ അവരുടെ നേതാവിനെ കുറിച്ച് പറയുമല്ലോ. എന്നാൽ കേട്ടോളൂ, നേതാവിനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബദരീങ്ങളെ വർണ്ണിക്കുന്നത്. ആ നേതാവിനെ കുറിച്ച് പറയുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നേതാവിന്റെ മനോഹരമായ പേര് തന്നെ ആദ്യം പറഞ്ഞല്ലോ. 5 അക്ഷരമുള്ള പേരുണ്ടല്ലോ. മുഹമ്മദ് എന്ന പേരുണ്ടല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദരീങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി കൊണ്ടുവന്ന മനോഹരമായ ആയത്തിൽ ബദരീങ്ങളുടെ നേതാവിന്റെ ഏതെങ്കിലും ഒരു പേരല്ല പറഞ്ഞത്. ആ നിയോഗത്തിന്റെ സർവവും അടങ്ങിയിരിക്കുന്ന, ആ നിയോഗത്തിന്റെ ഏറ്റവും വലിയ ചുരുക്കെഴുത്താകുന്ന 5 അക്ഷരമുള്ള മീമിൽ തുടങ്ങി ദാലിൽ അവസാനിക്കുന്ന മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് എന്ന പേര് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആ പേരാ കൊണ്ടുവന്നത്. ആ പേര് കൊണ്ടുവന്നത് എന്താ? ഇമാം ശർവാനി രേഖപ്പെടുത്തുന്നു അള്ളാഹുവിന്റെ ഹബീബിന് 1000 പേരുണ്ടത്രേ. തുഹ്ഫയുടെ മുഖദ്ദിമയിൽ കാണാം അള്ളാഹുവിന്റെ ഹബീബിന് 1000 പേരുണ്ട്. 1000 പേരുണ്ടെങ്കിലും ഹബീബിന്റെ നിയോഗത്തിന്റെ മുഴുവനും അടങ്ങിയിരിക്കുന്നത് ഈ പേരിലാ. ആ നേതാവിന്റെ 1000 പേരിൽ പരിപൂർണമായ പേര് ബിൽഹാമിൻ മിനല്ലാഹ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇൽഹാം കൊണ്ടുണ്ടായ പേരാ. ഈ പേര് അള്ളാഹുവിന്റെ ഹബീബിന് വെക്കപ്പെടുന്നതിന്റെ കാലങ്ങൾക്ക് മുന്നേ ജൂത ക്രൈസ്തവ സഹോദരന്മാർ അവരുടെ പ്രമാണങ്ങളിൽ നിന്നും പഠിച്ചു വെച്ചു. അന്ത്യപ്രവാചകനായി നിയോഗമുള്ളത് മുഹമ്മദ് എന്ന പേരുള്ള ഒരു നബിക്കാ, ഒരു മനുഷ്യനാ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവര് പേര് വെച്ചു. അവരുടെ വീടുകളിൽ പിറക്കുന്ന മക്കൾക്ക്, ആൺമക്കൾക്ക് മുഹമ്മദ് എന്ന പേര് വെച്ചു. പക്ഷേ റജാ അന്നുബുവ, അവരുടെ മോഹം നുബുവത്തായിരുന്നു. വല്ലാഹു അഅലമു ഹൈഥു യജ്അലു റിസാലത, ആരെ റസൂലാക്കണമെന്ന് അല്ലാഹുവിനറിയാം. എന്നിട്ട് ഇമാം ശർവാനി പറയാ 15ഓളം കുട്ടികൾക്ക് മുഹമ്മദ് എന്ന പേര് വെച്ചു. ഒരൊറ്റ കുഞ്ഞുപോലും ജീവനോടുകൂടെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ പേരാ. ആ പേരുണ്ടല്ലോ അള്ളാഹുവിന്റെ ഹബീബിന്റെ നിയോഗത്തിന് വേണ്ടി കാത്തുവച്ചതാ. ആ പേരങ്ങനെയാ. ഓരോ പേരിനും ഒരു നിയോഗമാ. മഹാനായ മലയാളത്തിന്റെ കവിശ്രേഷ്ഠൻ ഇക്കിരി കൃഷ്ണൻ സാർ അദ്ദേഹത്തിന്റെ അല്ലമീൻ എന്ന കവിതാ സമാഹാരത്തിന്റെ സമാരംഭത്തിൽ തന്നെ മനോഹാരിതയുടെ ഒരു കുങ്കുമച്ചപ്പ് തുറക്കുകയാ. ഈ പേരിനെ കുറിച്ച് വർണ്ണിക്കുകയാ. പൂവിൽ പതിഞ്ഞ തേൻകണമോ മുഹമ്മദ് മുസ്തഫ. ഇക്കിരി കൃഷ്ണൻ എന്ന് പറയുന്ന സഹോദര സമുദായത്തിലെ സഹോദരൻ പറഞ്ഞു പോവാ, പൂവിൽ പതിഞ്ഞ തേൻകണമോ മുഹമ്മദ് മുസ്തഫ, പാലിൽ പതിച്ച കൽക്കണ്ടമോ മുഹമ്മദ് മുസ്തഫ, പൊന്നിൽ പതിച്ച മാണിക്യമോ മുഹമ്മദ് മുസ്തഫ. അദ്ദേഹം
അങ്ങനെ പറഞ്ഞിങ്ങനെ വർണ്ണിച്ച് പറയാണ്. പാടുക പാടുക സാരദ സാരികെ പാടലധാരി നീ ഇമ്പമോടെ. പാടുക പാടുക സാരദ സാരികെ പാടലധാരി നീ ഇമ്പമോടെ. പാരിയുടെ അല്ലമീൻ എന്നൊരു പേരിനോ, പാരിയുടെ അല്ലമീൻ എന്നൊരു പേരിനോ ആരുതാൻ ആരുതാൻ ആരാണർഹൻ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ ആജമി. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈർ. അല്ലാഹു ബദരീങ്ങളെ വർണ്ണിക്കാൻ ഹബീബിന്റെ മനോഹരമായ പേര് തന്നെ കൊണ്ടുവന്നു. ആ പേര് ഉച്ചരിക്കുമ്പോൾ തന്നെ പുറത്തേക്ക് വരുന്ന അക്ഷരങ്ങളുടെ ഓരോ നാദത്തിനും താളക്രമീകരണത്തിനും അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട്. വശ്യമനോഹരമായ ഉച്ചാരണ സൗകുമാര്യത, വാചാർത്ഥ്യ അവിസ്മരണീയമാക്കുന്നൊരു വ്യംഗ്യാർത്ഥം, വല്ലാത്ത ഒരു മുഴക്കം പോലെ മുഹമ്മദ് മുസ്തഫ. അനാദിയായ വിദൂരതയിൽ നിന്നും പുറപ്പെടുന്ന ഒരു മകാരം പതുക്കെ പതുക്കെ ചെവിയിലേക്ക്, ചെവിയിൽ നിന്നും ഹൃദയത്തിലേക്ക്, ഹൃദയത്തിൽ നിന്നും ആത്മാവിൽ സായൂജ്യമണയുന്ന പേരാ ബദരീങ്ങളുടെ നേതാവിന്റെ പേര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേര് കൊണ്ട് തന്നെ വർണ്ണിച്ചു, ആ പേര് കൊണ്ട് തന്നെ വർണ്ണിച്ചു. നമ്മുടെയൊക്കെ നിയോഗമുണ്ടല്ലോ, നമ്മൾ എന്തിനാ ഭൂമിയിലേക്ക് വന്നത്? ആ നിയോഗത്തിന്റെ പിന്നിലേക്കൊന്ന് ആഴ്ന്നിറങ്ങിയാൽ തസവുഫിന്റെ ഉലമാ പറയുന്നുണ്ട്, നമ്മുടെ പിതൃത്വത്തിലേക്കുള്ള സൂചനകൾ മുഴുവനും, നമ്മുടെ അർവാഹിന്റെ സഞ്ചാരത്തിലേക്കുള്ള സൂചനകൾ മുഴുവനും സർവ്വലോകത്തെയും സൃഷ്ടിക്കാൻ കാരണെന്ന് പറയുന്നത് വെറുതെയല്ല, ബദരീങ്ങളുടെ നേതാവ് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ. പിതൃത്വം ചോദിച്ചാൽ പറയുമല്ലോ, നമ്മുടെ ശരീരത്തിന്റെ പിതാവാരാ? സയ്യിദുനാ ആദം അലൈഹിസ്സലാം. മില്ലത്തിനൊരു പിതാവുണ്ടെന്ന് ഖുർആൻ. വത്തബിഉ മില്ലത അബീകും ഇബ്രാഹിം. മില്ലത്തിന്റെ പിതാവ് ഇബ്രാഹിം നബിയാ. മൂന്നാമത് നമുക്കൊരു പിതാവുണ്ട്, റേഷൻ കാർഡിലോ ആധാർ കാർഡിലോ പറയുന്ന പിതാവ്. ഈ മൂന്ന് പിതാവിനപ്പുറം നാലാമതൊരു പിതാവുണ്ട്, റൂഹിന്റെ പിതാ. എവിടുന്ന് തുടങ്ങിയതാ? ആലമുൽ അർവാഹിൽ നിന്നും തുടങ്ങി. ആലമുൽ അർവാഹിൽ റൂഹിന്റെ ലോകത്ത് നിന്ന് തുടങ്ങിയ ഞാനും നിങ്ങളും ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു പയറ് ചെടി നട്ടുപിടിപ്പിച്ചപ്പോൾ താങ്ങായി ഒരു ചെടിക്കമ്പ് കുത്തിക്കൊടുത്ത പോലെ ആ റൂഹിനെ താങ്ങി നിർത്താൻ ഒരു ശരീരം വേണം, ശരീരത്തിനൊരു പിതാവ് വേണം. സയ്യിദുനാ ആദം മണ്ണിലേക്ക് ലയിച്ചാൽ ആ പിതൃത്വത്തിന്റെ പരിധി അവിടെ തീരുകയാ. അനുഷ്ഠാന കർമ്മങ്ങളിലെ നിയമങ്ങൾ, ശരീഅത്തിന് മില്ലത്തിനൊരു പിതാവ് വേണം. മണ്ണിലേക്ക് ലയിക്കലോടതവിടെ തീരാ. സയ്യിദുനാ ഇബ്രാഹിം. എന്നാൽ മണ്ണിൽ ലയിച്ചു പോയ നിന്റെ ശരീരമുണ്ടല്ലോ, റൂഹിന്റെ ലോകത്തേക്ക് റൂഹ് പറക്കാ പിന്നെയും പോവുകയാ. ആലമുൽ അർവാഹിൽ നിന്നും തുടങ്ങി നിശ്ചലമാവാത്ത നിലയ്ക്കാത്ത റൂഹിന്റെ പ്രവാഹത്തിനും ഒരു പിതൃത്വം വേണം. റൂഹിന്റെ പിതാ, നശിക്കാത്ത പിതൃത്വം, അതാണ് മുഹമ്മദ് മുസ്തഫ. ആലമുൽ അർവാഹേ, ദുനിയാവിലെ ജീവിതമേ, ഇനി നീ പോകേണ്ട പരലോകമേ, ഈ മൂന്ന് ലോകത്തേക്കും നിനക്ക് പോവാനുള്ള സഞ്ചാരപഥമായി നിന്നിലേക്ക് ലയിക്കേണ്ട അനശ്വരമായ അക്ഷരമാണ് മൂന്ന് മീമുകൾ. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഹമ്മദ് എന്ന പേരിൽ മൂന്ന് മീമുകൾ, മൂന്ന് ലോകത്തേക്കുള്ള സൂചനയാ. ആലമുൽ അർവാഹിലേക്ക് ഒന്നാമത്തെ മീമ് മുഹമ്മദ് എന്ന പേരിന്റെ രണ്ടാമത്തെ മീമ് ദുനിയാവിലാ, മൂന്നാമത്തെ മീമ് അത് പരലോകത്തേക്കാ. ഒട്ടി നിൽക്കുന്ന രണ്ട് മീമുകൾ, ശദ്ദുള്ള മീമ്, അടുത്തടുത്ത്
സംഭവിക്കുന്ന ലോകമാ. മരണം നിന്റെ ചെരുപ്പിന്റെ ബാറ് തൊലിയോട് ഒട്ടി നിൽക്കുന്ന പോലെ ഖാല റസൂലുള്ളാഹി. അങ്ങനെ ചേർന്ന് നിൽക്കുന്നോടത്ത് അള്ളാഹു അതിന്റെ ഘടന പോലും അങ്ങനെ കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് ആ 3 ഇടങ്ങളിലേക്കും സൂചിപ്പിച്ചു. അങ്ങനെയുള്ളോടത്തേക്ക് പ്രയോഗിക്കപ്പെടുന്നു. അഹദിൽ നിന്നും ഈ ഭൂമിയിലെ നമ്മുടെ നിയോഗം അഹ്മദിലേക്ക് വന്ന നിയോഗം ഒരു മീമിന്റെ ബന്ധമാണെന്ന് മഹാനായ ശൈഖ് റിഫാഈ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഉസ്താദ് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ? 2-3 വയസ്സ് പ്രായമുള്ള ശൈഖ് റിഫാഈ പറഞ്ഞു, എന്റെ പേര് അഹദിൽ മീം കടന്നതാ. ആ മീം കടക്കേണ്ടത് ഖൽബിലാ. ആ മീം ഖൽബിലങ്ങ് കടന്നപ്പോഴാ നിരായുധരായ ബദരീങ്ങളങ്ങ് പടപൊരുതാൻ ഇറങ്ങിയത്. ആ പടപൊരുതൽ ലഹരിക്കെതിരെയാ. ആ പടപൊരുതൽ പരസ്ത്രീ ബന്ധങ്ങൾ പച്ചയായി വർണ്ണിക്കുന്ന മീഡിയകൾക്കെതിരെയാ. ആ പടപൊരുതൽ ആൻഡ്രോയിഡിന്റെ നീല വെളിച്ചത്തിനെതിരെയാ. ആ പടപൊരുതൽ നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ ഹറാമുകളോടാ. സന്ധിയില്ലാതെ പടപൊരുതാൻ നമുക്ക് കഴിയണമെങ്കിൽ ഖൽബിന്റെ അകത്തേക്ക് കടന്നു വരേണ്ട മീമാ മുഹമ്മദ് മുസ്തഫ. ബദരീങ്ങളുടെ പേര് ആദ്യം തന്നെ റസൂലുള്ളാഹിയുടെ പേരുകൊണ്ട്, നേതാവിന്റെ പേരുകൊണ്ട് തുടങ്ങാം. പിന്നെ പറഞ്ഞതാ നേതാവിന്റെ ബിരുദമാണ്. XMLA അല്ല, SKSSFന്റെ പ്രസിഡന്റ് ഒരു ബിരുദമാണ്, ഒരു സ്ഥാനമാണ്. കേരളത്തിന്റെ അഭിമന്യനായ ആഭ്യന്തരമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ല. നേതാവിന്റെ ബിരുദം അങ്ങനെയാ. ആ നേതാവിനെ കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്. കുഴിച്ചുമൂടപ്പെട്ട സ്ത്രീത്വത്തിന് ഒരു ജീവിതത്തിന്റെ ഹരിതാപകാലത്തേക്ക് വെളിച്ചം കാട്ടിയ പ്രകാശമാണെന്ന് പറഞ്ഞവരുണ്ട്. തകർന്ന തരിപ്പണമായ മാനുഷിക നിയമങ്ങളെ പുനഃസംവിധാനം നടത്തിയവരാണെന്ന് പറഞ്ഞവരുണ്ട്. ആ നേതാവിനെ കുറിച്ച് ലോകത്തിന്റെ സ്പന്ദനങ്ങളെ അറിഞ്ഞ് കാലഘട്ടത്തിന്റെ കാൽച്ചിലമ്പുകളെ കാലെ കൂട്ടി അറിഞ്ഞ് ദീർഘവീക്ഷകൻ എന്ന് പറഞ്ഞവരുണ്ട്. എന്ത് തന്നെ പറഞ്ഞാലും അല്ലാഹു ആ നേതാവിന്റെ ബിരുദം പറഞ്ഞത് റസൂലുള്ളാഹ്. ബദരീങ്ങളെ കുറിച്ച് വർണ്ണിച്ചു തുടങ്ങാ. നേതാവിനെ പറഞ്ഞു, നേതാവിന്റെ അണികളെ കുറിച്ച് പറയാ. ആ അണികളുടെ ആദ്യത്തെ ഗുണം പറയാ. ബദരീങ്ങളുടെ ഒന്നാമത്തെ പ്രത്യേകത പറയാ. മഅഹൂ ഹബീബിന്റെ കൂടെയാ. ഹബീബിന്റെ കൂടെയാ അവരെപ്പോഴും. മുത്തായ നബിയുടെ കൂടെയാ അവരെപ്പോഴും. എന്റെ പ്രിയമുള്ളവരെ, സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനത്തിലോ മറ്റോ സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഭവം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ ഒരു മോതിരമുണ്ടായിരുന്നു, ഒരു വെള്ളി മോതിരമുണ്ടായിരുന്നു. അതിന്റെ പീഠഭാഗം, അതിന്റെ കല്ല് പതിക്കേണ്ട പീഠഭാഗം പരന്നിരിക്കുന്ന ഒരു ലോഹത്തകിടിന്റെ ഒരു കാണാൻ വലിയ ഭംഗിയില്ലാത്തൊരു മോതിരമുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മോതിരം ഊരിയിട്ട് ഫദഫഅ ഇലാ അബീ ബക്കറിൻ സിദ്ദീഖ് അൻ കതബ അലൈഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് മുത്തായ നബി തങ്ങൾ ആ മോതിരം ഊരി കൊടുത്തിട്ട് പറഞ്ഞു, അബൂബക്കറെ, ഇതിന്റെ പീഠഭാഗത്ത് ആ ലോഹത്തകിടുണ്ടല്ലോ, അതിന്റെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് കൊത്തിവെക്കാൻ, ഒന്ന് എഴുതിക്കൊണ്ടുവരാൻ, ആഭ്യന്തരമായ ഔദ്യോഗികമായ പല കാര്യങ്ങളിലും സീല് വെക്കാൻ വേണ്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സീലായി കൊണ്ട് നടക്കാൻ ഈ മോതിരം ഉപയോഗിക്കാം എന്ന് എനിക്കൊരു അഭിപ്രായം തോന്നുന്നു. അതുകൊണ്ട് ഈ അഭിപ്രായത്തിനനുസരിച്ച് ഇതിന്റെ മുകളിൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊത്തിവെക്കാൻ ഒരു തട്ടാൻ ആഭരണ പണിക്കാരന്റെ കയ്യിൽ കൊടുത്തതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിക്കൊണ്ടുവരൂ സിദ്ദീഖ്. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മോതിരവുമായി ഫദഫഅ ഇലൻ നഖാസ്, ഒരു തട്ടാൻ എന്നല്ലേ പറയാ, ഈ ആഭരണം പണിയുന്ന ആളെ തട്ടാൻ, ആ തട്ടാനല്ല, തട്ടിക്കളയില്ല, മറ്റേ തട്ടാൻ. മക്കളെ, കല്യാണ വീട്ടിലിരിക്കണ മാതിരിയാ, നേരെ ഇരിടാ, സംസാരിക്കരുത് കേട്ടോ. അവിടെ കൊണ്ടുപോയി തട്ടാന്റെ കൈ കൊണ്ടുപോയി കൊടുത്തു. തട്ടാനോട് പറഞ്ഞു, ഇതിന്റെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതണേ.
മനസ്സനുവദിച്ചില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് തനിച്ച് പറഞ്ഞിട്ട് എങ്ങനെ പോരോ? സിദ്ദീഖിന്റെ മനസ്സ് വിങ്ങാൻ തുടങ്ങി, ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങി. അതിന്റെ മുകളിൽ എഴുതിക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ഒഴിവാക്കാൻ തോന്നുന്നില്ല. അത് ഒഴിവാക്കിയിട്ട് എവിടെയും കേട്ടിട്ടില്ല. എവിടെ അങ്ങനെ नमाज़ों में अज़ामें किल्म में मोराश पर हर जा खुदा ने नाम तेरा नाम से अपना मिलाया है. എവിടെയൊക്കെ അല്ലാഹനെ പറയുന്നു അവിടെയൊക്കെ റസൂലുള്ളാഹിനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഹബീബിനെ ഒഴിവാക്കാൻ തോന്നുന്നില്ല. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ മുഹമ്മദ് റസൂലുള്ളാഹി എഴുതണേ. അയാൾ എഴുതി പൊതിഞ്ഞു കൊടുത്തു. സിദ്ദീഖിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു റളിയല്ലാഹു അൻഹു. അതുമായി ഇലാ ഹദ്റത്ത് റസൂലുള്ളാഹി, ഹബീബായ നബിയുടെ മുന്നിൽ വന്നു. മുത്തായ നബിയുടെ കയ്യിൽ അത് കൊടുത്തു. അള്ളാഹുവിന്റെ ഹബീബ് പൊതിയഴിച്ചു. ഹബീബായ നബിയുടെ മുഖം വിവരണമായി ആ മോതിരത്തിന്റെ പീഠഭാഗത്തിലേക്ക് നോക്കുന്ന കണ്ണുകളിൽ നിന്നും തീ പാറാൻ തുടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് അള്ളാഹുവിന്റെ ഹബീബ് ശരിക്കങ്ങ് ഗൗരവത്തോടുകൂടെ നോക്കിയപ്പോൾ മൗനാവൃതമായ മുഖം, വാചാലമായ സകാരത്തിന്റെ വാക്കുകൾ കേൾക്കാൻ സിദ്ദീഖിന്റെ ഖൽബിന് കഴിഞ്ഞില്ല. പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു യാ റസൂലല്ലാഹ്, നബിയേ അങ്ങയുടെ അനുവാദമില്ലാതെ ഞാൻ അതിൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതാൻ പറഞ്ഞിരുന്നു നബിയേ. അങ്ങ് പൊറുത്താലും നബി അത് ഒഴിവാക്കിയിട്ട് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എനിക്ക് എഴുതാൻ പറയാൻ കഴിഞ്ഞില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു വമാ ഹാദിഹി സാലിസ. സിദ്ദീഖ് മുഹമ്മദ് റസൂലുള്ളാഹ് ഞാൻ കണ്ടു, അതിന്റെ താഴെ പിന്നെ മൂന്നാമതൊരു പേരെഴുതിയിട്ടുണ്ടല്ലോ. ആ പേരെഴുതാൻ ഞാൻ പറഞ്ഞിട്ടില്ല സിദ്ദീഖ്. മഹാനായ സിദ്ദീഖ് തങ്ങളുടെ നേരെ മുത്തായ നബി തങ്ങൾ ആ മോതിരം തിരിച്ചു പിടിച്ച് കാണിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, സിദ്ദീഖ് തങ്ങൾ അതിലേക്ക് നോക്കുമ്പോൾ വാവിട്ട് കരയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യത്തെ ലൈൻ, രണ്ടാമത്തെ ലൈനിൽ മുഹമ്മദ് റസൂലുള്ളാഹ്, മൂന്നാമത്തെ ലൈനിൽ കാണുന്നു അബൂബക്കർ റളിയല്ലാഹു. റസൂലുള്ളാഹിയുടെ മോതിരത്തിന്റെ മുകളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് എഴുതി വെച്ചിരിക്കുക. തട്ടാനോടത് എഴുതാനും പറഞ്ഞില്ല, എഴുതാൻ പറയൂല. കരഞ്ഞുപോയി. ആ വിതമ്പലുകൾ ആകാശത്തിൽ വലിയൊരു നെടുവീർപ്പ് സൃഷ്ടിച്ചു. ഒരു ഇടിനാദം പോലെ പ്രകടനമായി. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരാൻ സമയമായി. അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു നബിയേ ഹാദിഹി സാലിസ, ഈ മൂന്നാമത്തെ പേര് ഞാനാണ് നബിയെ എഴുതിയത്. അല്ലാഹു പറഞ്ഞിട്ട് എഴുതിയതാ നബിയെ. എന്തിനെന്നറിയോ? അല്ലാഹനെ പറയുന്നോടത്തുനിന്ന് അങ്ങയെ മാറ്റി നിർത്താൻ സിദ്ദീഖിന് കഴിയാതെ പോയപ്പോ അങ്ങയെ പറയുന്നോടത്തുനിന്ന് സിദ്ദീഖിനെ മാറ്റാൻ അല്ലാഹുവിന് ഇഷ്ടമല്ല. അല്ലാഹുവിന് ഇഷ്ടമല്ല. അങ്ങനെയാണ് മഹാന്മാരായ ബദരീങ്ങൾ. അങ്ങനെ ആ ഹബീബിനെ ഒഴിവാക്കിയിട്ടില്ല. ഹിജ്റ പോകാൻ നേരം അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ പോവാൻ ആഗ്രഹിച്ചിരുന്നു. എല്ലാവരും ഹിജ്റ പോയപ്പോ സിദ്ദീഖ് തങ്ങളുടെ ദുആ, അല്ലാഹ് ഹിജ്റ പോകുന്നത് മുത്തുനബിയുടെ കൂടെയാവണേ. ഹിജ്റ പോകാൻ വേണ്ടിയിട്ട് രണ്ടൊട്ടകത്തെ വാങ്ങി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടിനെയും ഒരുപോലെ താലോലിച്ചു, രണ്ടിനെയും ഒരുപോലെ പുന്നാരിച്ചു. ഏത് ഒട്ടകമാണോ എന്റെ മുത്തുനബി തിരഞ്ഞെടുക്കാൻ അറിയില്ല. അള്ളാന്റെ റസൂലിന് സഞ്ചരിക്കാൻ വേണ്ടി ഒട്ടകത്തെ മഹാനായ സിദ്ദീഖ് തങ്ങൾ ഒരുക്കി നിർത്തി. അങ്ങനെ ആ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനു വേണ്ടിയിട്ട് ഒരുങ്ങി നിന്നിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരുക്കങ്ങൾ മാസങ്ങളോളം ഉണ്ടായിരുന്നു. ഹബീബിന്റെ കൂടെയായിരുന്നു. മലമുകളിലെ ഗുഹയുടെ ഇരുട്ടിന്റെ ഗോഹരങ്ങളിലേക്ക് സിദ്ദീഖ് തങ്ങൾ കയറുകയാ. അല്ലാഹുവിന്റെ ഹബീബ് പുറത്ത് കാത്തു നിൽക്കുകയാ. എല്ലാ പോതുകളും അടച്ചു. പഴുതുന്നടയ്ക്കുവാൻ ശീലത്തുണ്ടില്ല, പാദാവിരൽ കൊണ്ടമർത്തുന്നേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. മഹാനായ തങ്ങൾ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വൈകില്ല, വേഗം അവസാനിപ്പിക്കും. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിനെ കൂടെ കൂട്ടി. ഇദ്ഹുമാ ഫിൽ ഗാർ, രണ്ടുപേരും ഗുഹയുടെ ഇരുട്ടിൽ തനിച്ച്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഔറത്ത് മറയ്ക്കാനുള്ള ഏറ്റവും മുഖ്യമായ വസ്ത്രഭാഗമൊഴിച്ച് ബാക്കി മുഴുവനും ആ ഗുഹയിലെ പഴുതുകൾ മുഴുവനും അടച്ചു. ഒരു പഴുത് അടയ്ക്കാൻ കഴിഞ്ഞില്ല, വിരലുകൊണ്ട് അമർത്തി പിടിച്ചു, പാമ്പ് കടിച്ചു. ഹബീബിനെ കാണാൻ വേണ്ടി കാലങ്ങളോളം കാത്തിരുന്ന പാമ്പ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിൽ വെച്ച് മുത്തായ നബിയെ വർണ്ണിക്കുന്നത് കേട്ടിരുന്ന പാമ്പ് സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ വെച്ച് അന്ന് ചോദിച്ചിരുന്നു, ആ പ്രവാചക പുങ്കവരുടെ പൂവദനം കണ്ടുകൊണ്ട് പുണ്യം നുകരാൻ കൊതിയാകുന്നേ നബിയെ പറയണേ. ആ പ്രവാചക പുങ്കവരെ കാണാൻ എവിടേക്ക് പോകണം? മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള പർവ്വതത്തെ സൂചിപ്പിച്ചുകൊണ്ട് സുലൈമാൻ നബി വഅദ് പറഞ്ഞു. ആ പർവ്വതത്തിലുള്ള ഗുഹയെ കുറിച്ച് പറഞ്ഞു. കാലങ്ങളോളം സഞ്ചരിച്ചു. ഫലസ്തീനിൽ നിന്നും പാമ്പ് സഞ്ചരിച്ച് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള പർവ്വതം കണ്ടെത്തി. ആ പർവ്വതത്തിന്റെ അടയാളങ്ങൾ ബോധ്യപ്പെട്ടു. അള്ളാഹുവിന്റെ ഹബീബ് എങ്ങനെയാണോ മുഖം തിരിഞ്ഞിരിക്കുന്നത്, ആ ഭാഗത്ത് നിന്നും ആ പുണ്യ പൂമുഖം കാണാൻ വേണ്ടിയിട്ട് പാമ്പ് കാത്തിരുന്നു കാലങ്ങളോളം. ആ പാമ്പിന്റെ ആശ പൂർത്തീകരിക്കുന്നതിന് ക്ഷമിക്കണേ സിദ്ദീഖേ, അങ്ങയുടെ ആ പരിശുദ്ധമായ പാദത്തെ ഒന്ന് മാറ്റണേ സിദ്ദീഖേ, ഞാൻ മുത്തുനബിയുടെ പൂമുഖം ഒന്ന് കാണട്ടെ സിദ്ദീഖേ. അങ്ങ് ക്ഷമിച്ചാലും പാമ്പങ്ങ് കടിച്ചു മാറ്റുകയാണ്, പാമ്പങ്ങ് തള്ളി മാറ്റുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ കൂടിയ മഹാനായ സിദ്ദീഖ് ഖുർആൻ പറഞ്ഞ വിശേഷണം, ബദരീങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം, മഹാനായ ഹബീബായ നബിയുടെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു മുത്ത് നബിയുടെ കൂടെ കൂടെയാ എപ്പോഴും കൂടെയാവാൻ ആഗ്രഹിച്ചവരാ കൂടെ കൂടിയവർ മുഴുവനും. ആരും തനിച്ചായിട്ടില്ല, കൂടെ കൂടാനൊന്ന് അണച്ചു പിടിക്കാൻ ശ്രമിച്ചവരാ എല്ലാവരും. ഉഹദിന്റെ രണഭൂമിയിൽ അവസാനത്തെ പിടച്ചിലും അനസ് ബിൻ നദറിന്റെ നെഞ്ചകത്തിലേക്ക് മുത്തുനബിയെ കൂട്ടിപ്പിടിച്ചിട്ട അവസാനത്തെ നെഞ്ചിന്റെ മിടിപ്പ് കൂടി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് കൂടെയാ. എല്ലാവരും കൂടെ, എപ്പോഴും നബിയുടെ കൂടെയാ. മഹാന്മാരായ സ്വഹാബികൾ അങ്ങനെയായിരുന്നു. ഔസ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ എപ്പോഴും മുന്നിലാ. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കാറില്ല, ആ സാന്നിധ്യത്തിൽ നിന്നും അകന്നു പോയിരിക്കാറില്ല. ഒരിക്കലും ഒരു പ്രഖ്യാപനം, അലൈക്കും ബിൽ മസ്ജിദി, എല്ലാവരും ഒന്ന് വേഗം പള്ളിയിലേക്ക് വരണേ. മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ എവിടെയോ അകലയാ മഹാനായ ഔസ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു അലൈക്കും ബിൽ മസ്ജിദ് എന്ന പ്രഖ്യാപനത്തെ പ്രവാചക പ്രണയത്തിന്റെ കാതുകൊണ്ട് വേഗത്തിൽ തിരിച്ചറിഞ്ഞു. അവിടെ നിന്ന് ഓടി വന്നു. ഔസ് ബിൻ അസ്വദ് പള്ളിയുടെ മുറ്റത്ത് എത്തിയപ്പോഴേക്കും പരിസരത്തുള്ളവരെ കൊണ്ട് പള്ളി നിറഞ്ഞു. ഇത് ഏതോ ഒരു പ്രത്യേകമായ പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള പെട്ടെന്നുള്ള വിളിയായതുകൊണ്ട് തയ്യാറെടുപ്പുകളില്ലാതെ അകലേന്ന് വന്നതിന്റെ പേരില് മഹാനായ ഔസ് ബിൻ അസ്വദ് എന്ന മഹാനായ സ്വഹാബി, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കാത്ത സ്വഹാബി, ആ സാമീപ്യത്തിൽ നിന്നും പിരിഞ്ഞു നിൽക്കാത്ത സ്വഹാബി, പള്ളിമുറ്റത്തെ കഠിനമായ വെയിലിന്റെ സാന്നിധ്യത്തിലെത്തിയപ്പോൾ അകത്തു നിന്നും വിളിച്ചു പറയുന്നുണ്ട്, അലൈക്കും ബിൽ മജ്ലിസി, എല്ലാവരും അവിടെ ഒന്നിരിക്കണേ. മുഹമ്മദ് മുസ്തഫ അവിടെ ഇരിക്കണേ എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ എവിടെയോ അവിടെ ഇരുന്നു.
അന്നത്തെ പ്രഭാഷണങ്ങളും പ്രഖ്യാപനങ്ങളും കഴിഞ്ഞു. സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ ഒരു മുആനഖയുണ്ട്, ഒരു മുസാഫഹയുണ്ട്. അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിയോട് സന്തോഷം പറഞ്ഞിട്ട് പോകുന്ന സ്വഹാബത്ത് അച്ചടക്കത്തോടുകൂടെ അവിടുത്തെ കണ്ടുകൊണ്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് സലാം പറഞ്ഞു മുത്തമർപ്പിച്ചു പോകുമ്പോ മഹാനായ ഔസ് ബിൻ അസ്വദ് എന്ന സ്വഹാബി വിയർത്തൊലിച്ചുകൊണ്ട് വിഷണ്ണിതനായി വാടിത്തളർന്ന് മുത്തുനബിയുടെ മുന്നിൽ കണ്ണുകൾ തളം കെട്ടി നിൽക്കാ. മുത്തായ നബി തങ്ങൾ ചോദിച്ചു, എപ്പോഴും മുന്നിലാ കാണാറുള്ളത്? ഔസേ, ബദറിൽ പങ്കെടുത്ത സ്വഹാബിയായി ഔസ്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, മോൻ എവിടെയായിരുന്നു? നബിയെ, അകലെയായിരുന്നു. ഈ തപ്പനത്തോട്ടത്തിൽ വെള്ളം തെളിച്ചു കൊണ്ടിരിക്കുമ്പോഴാ അങ്ങയുടെ പ്രഖ്യാപനത്തെ ഞാൻ കാതോർത്തത്. ഞാൻ പള്ളിയുടെ മുറ്റത്തെത്തിയപ്പോഴേക്കും ഇരിക്കണമെന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. കേട്ടോടുത്ത് ഞാൻ ഇരുന്നു. അങ്ങ് പറഞ്ഞതല്ല നബിയേ, ഇരുന്നത് പള്ളിയുടെ വെളിയിലായത് കൊണ്ട് അങ്ങയെ കാണാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് ഇരിക്കണമെന്ന് പറഞ്ഞോടത്ത് ഞാൻ ഇരുന്നു എന്ന് പറഞ്ഞ സ്വഹാബിയോട് പറയാ, റസൂലുള്ളാഹിനെ അനുസരിച്ച മോനല്ലടാ നീ. നിന്റെ പേര് ഞാൻ മാറ്റുകയാ. ഇന്ന് മുതൽക്ക് നിന്റെ പേര് റസൂലുള്ളാഹിനെ അനുസരിച്ചവനെന്ന ഔസ് എന്ന പേര് മാറ്റിയിട്ട് ഹബീബായ നബി തങ്ങൾ മഹാനായ സ്വഹാബിയുടെ പേര് മാറ്റി കൊടുത്തു. മുത്തീ, റസൂലുള്ളാഹിനെ അനുസരിച്ചവനെന്ന അതിനർത്ഥം മുത്തീ ഇബ്നു അസ്വദ് ഖാജ. എപ്പോഴും കൂടെയാ, എപ്പോഴും കൂടെയാ. ബദരീങ്ങളുടെ ഒന്നാമത്തെ പ്രത്യേകത കൂടെയാ. രണ്ടാമത്തെ പ്രത്യേകത കേട്ടോളൂ. അശിദ്ദാഉ അലൽ കുഫാർ. പ്രതിയോഗിയായി മുന്നിൽ വരുന്നവന്റെ വലിപ്പം അവർക്ക് പ്രശ്നമല്ല. മുന്നിൽ വരുന്നവരുടെ വലിപ്പം പ്രശ്നമല്ല. ബദറിന്റെ സമാരംഭം അങ്ങനെയല്ലേ? സൂറത്തുൽ അൻഫാൽ സുദീർഘമായി പറയുന്നുണ്ടല്ലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. സ്വഹാബികൾ വൈകിയ ബദറിലേക്ക് എത്തിയത്. നേരത്തെ എത്തിയ അബൂജഹലിന്റെ പട്ടാളക്കാർ 951 വരുന്ന പട്ടാളക്കാര് റോഡിനോട് സമാന്തരമായി നിൽക്കുന്ന ഭൂമിക തിരഞ്ഞെടുത്തു. അവരുടെ ലഗേജുകൾ ഇറക്കി വെച്ചു. സൗകര്യപ്രദമായ രീതിയിൽ വെള്ളത്തിന്റെ സൗകര്യമുണ്ടായി. അവർക്ക് വളരെ യഥേഷ്ടം സൗകര്യപ്രദമായ സ്ഥലം കിട്ടിയപ്പോ ആർത്തട്ടഹസിച്ചവർ ഉല്ലസിച്ചിരിക്കുമ്പോഴാ സ്വഹാബികൾ വൈകി വന്നത്. കുന്നിന്റെ മുകളാ കിട്ടിയത്, വെള്ളമില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ആ രാത്രിയിൽ അവർക്ക് കുളി നിർബന്ധമാകുന്ന സാഹചര്യത്തില് മഹാന്മാരായ സ്വഹാബത്തിന് വെള്ളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി മുത്തായ നബി തങ്ങൾ ദുആരക്കുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹം പേമാരി പെയ്തിറങ്ങുമ്പോ വെള്ളം ശേഖരിക്കാൻ വേണ്ടി മുത്തായ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞ് ഹൗദ് കെട്ടുകയാ. ഹൗദ് കെട്ടിയ ശേഷം മഹാന്മാരായ സ്വഹാബത്തിനോട് അസൂയ പൂണ്ടു ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാർക്ക്. അവർ മാസങ്ങളോളം യുദ്ധം ചെയ്യാൻ കൊണ്ടുവന്ന വിഭവങ്ങൾ മുഴുവനും നനഞ്ഞു കുതിർന്നു. അവരുടെ സൗകര്യങ്ങൾ മുഴുവനും നശിച്ചു പോയി. വെള്ളക്കെട്ടിന്റെ അകത്തായി ഇപ്പോഴുള്ളത്. എന്നാൽ സൗകര്യപ്രദമാകും വിധം കുന്നിന്റെ മുകളിൽ തണുപ്പെത്തുകയും ആവശ്യമായ ജലസേചനത്തിന്റെ സൗകര്യം ഹൗദായി അവർ കെട്ടി നിർത്തുകയും ചെയ്തപ്പോ സ്വഹാബത്തിന്റെ ഹൗദ് പൊളിക്കണം. അങ്ങനെ അസൂയ പൂണ്ട അബൂജഹലിന്റെയും ഉമയ്യത്തിന്റെയും ശൈബത്തിന്റെയും ഉത്ബത്തിന്റെയും ചുറ്റിലുമായി മല്ലന്മാർ കൂടുകയാ. മക്ക കണ്ട ഏറ്റവും വലിയ മല്ലന്മാർ. അവരോട് പറയാ, ആരാണ് ഹൗദ് പൊളിച്ചു വരാ? ആ ചോദ്യത്തിന്റെ ആദ്യ അവസരത്തിൽ തന്നെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുകയാ. അറേബ്യ കണ്ടിട്ടുള്ള വിജികേശുമായ ഹക്കീമാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. ഹക്കീം പറയാ, ഞാൻ പോയി പൊളിച്ചിട്ട് വരാ, ഞാൻ പോയി പൊളിച്ചു വരാം. ഹബീബിന്റെ ഹൗദ് പൊളിക്കാൻ വേണ്ടിയിട്ട് മഹാനായ ഹബീബായ നബി തങ്ങളുടെ ഹൗദിന്റെ സമീപത്തേക്ക് അതാ ഹക്കീം എന്ന് പറയുന്ന മനുഷ്യൻ ഓടി വരികയാ. ഹക്കീം വരുമ്പോൾ മഴ പെയ്തിറങ്ങിയ ആകാശത്തിന്റെ നീലിമയിൽ, നീലാകാശത്തിലെ ചന്ദ്രോദയത്തിന്റെ പരാപര വെളിച്ചത്തിൽ ഒരു ആൾപെരുമാറ്റം അവിടെ ഹൗദിന്റെ പരിസരത്ത് നിറഞ്ഞു നിൽക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഹക്കീം അത്ഭുതപ്പെട്ടു പോയി. ആ നിൽക്കുന്ന മനുഷ്യനാരാ? പേടിച്ചു പോകും ഒന്ന് നോക്കിയാൽ. ആ മുഖത്തിന്റെ ഗൗരവം അങ്ങനെ. ആ മനുഷ്യന്റെ നിഴൽ വെട്ടത്ത് പോയി നിന്നുകൊണ്ട് വീരത്വം പറയാനുള്ള ശേഷി ഹക്കീമിനില്ല.
ഹരി ഹംസ ചാടിയടുത്തുട ആരടാ സുജഅത്തുരത്തമൈ ഹൗദിൽ നിന്ന് കുടിപ്പവൻ ജ്ഞാനമുറ്റ നബിയുനാവർ എന്റെ ഹൗദോടടുപ്പതാർ ഞാനിരിക്കേ ജിന്ന് യൂസിലും നാലു ദിക്കിലുമില്ല ഫേർ. മഹാനായ ഹംസത്തുൽ ഖറാറിന്റെ മുഖം കണ്ടാൽ ആരാ പേടിച്ചു പോകാത്തത്? ഹംസ ജീവിച്ചിരുന്നുവെങ്കിൽ ഉമറിന്റെ ധീരത അറിയുമായിരുന്നില്ല. മഹാനായ ഹംസത്തുൽ ഖറാർ ജീവിച്ചിരുന്നുവെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചരിത്രം തിരിച്ചറിയുമായിരുന്നില്ല. ചരിത്ര പണ്ഡിതന്മാർക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് പോലും പേടിച്ചരണ്ടിരുന്ന വ്യക്തി പ്രഭാവമാ. ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമിൽ വരുന്നതിന്റെ തൊട്ട് മുന്നേ 39ാമത്തെ നമ്പറായി 39ാമത്തെ ആളായി അള്ളാന്റെ ഹബീബിന്റെ കയ്യിലടിച്ച് സത്യം ചെയ്ത് കലിമ ചൊല്ലിയ മഹാനാണ് ഹംസത്തുൽ ഖറാർ. 40ാമത്തെ ആൾ ഉമർ ഇബ്നുൽ ഖത്താബ. ഉമർ മുസ്ലിമാകുന്നതിന്റെ 3 ദിവസം മുമ്പ് മുസ്ലിമായ ആളാണ് ഹംസത്തുൽ ഖറാർ. ഹബീബായ നബിയുടെ ശിരസ്സെടുക്കാൻ വാളിന്റെ വാഴ്ത്തലയുടെ തിളക്കം കയ്യിലുണ്ട്. ഉമറിന്റെ ധീരതയുണ്ട്, ഉമറിന്റെ പോരാട്ട വീര്യമുണ്ട്. പക്ഷെ ഉള്ളിലുള്ള ആത്മധൈര്യമില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് പ്രഖ്യാപനം ഏറ്റെടുത്തുകൊണ്ട് തലവയ്യാൻ വരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റസൂലുള്ളാഹി ദാറുൽ അർഖമിലുണ്ടെന്ന് അറിഞ്ഞു വരുമ്പോഴേക്കും മഹാനായ ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടിയിട്ട് ദാറുൽ അർഖമിന്റെ കവാടത്തിൽ കാവൽ നിൽക്കുന്നതാരാ? അസദുല്ലാഹി വറസൂലിഹി വഇർഗാമുഹു സയ്യിദുശ് ശുഹദാ ഹംസത്തുൽ ഖറാർ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് വരുമ്പോൾ വയൗമ ദഖല ഉമർ ഇബ്നുൽ ഖത്താബ് ഫീ ദാരിൽ അർഖമി ലിയുഅ്ലിന ഇസ്ലാമഹു ഫഖദ് ഖാമ ഹംസത്തു വഖാല ഫഖാല ഇദ്ൻ ലഹു യാ റസൂലല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് വരാണ്. റസൂലുള്ളാഹി മഹാനായ ഹംസ പറയാണ്, നബിയേ ഞാൻ ഉമറിനെ അങ്ങോട്ട് കയറ്റിവിടാം, ഞാൻ അതിന് തയ്യാറാ നബി. അങ്ങ് സമ്മതിച്ചാൽ ഉമർ അകത്തേക്ക് വരട്ടെ നബിയേ, ഉമർ അകത്തേക്ക് വരട്ടെ. ഉമർ സമീപത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു കയറ്റിവിട്ടേക്ക്. കയറിപ്പോകുന്ന ഉമറിന്റെ കോളറിനെ പിടിച്ചിട്ട് ഹംസത്തുൽ ഖറാർ പറയുന്നുണ്ട്, ഫഇൻ കാന യുരീദു ഖൈറൻ ബദൽനാലഹു. ഉമറേ, നിന്റെ കയ്യിലുള്ള വാളിന്റെ തിളക്കം ഞാൻ കണ്ടതാ. നിന്റെ വാളിന്റെ വാഴ്ത്തലയുടെ മൂർച്ച എനിക്കറിയാം, നിന്റെ ശൗര്യം എനിക്കറിയാം, നിന്റെ ധീരത എനിക്കറിയാം, നിന്റെ യുദ്ധപാടവം എനിക്കറിയാം ഉമറേ. പക്ഷേ അള്ളാന്റെ ഹബീബിന് വേണ്ടി കാവൽ നിൽക്കുന്ന എന്റെ കയ്യില് നിന്നെ പ്രതിരോധിക്കാൻ ഒരു നഖം വെട്ടി പോലുമില്ല ഉമറേ. പക്ഷേ ഹംസത്തുൽ ഖറാറിനെ സംബന്ധിച്ചിടത്തോളം നിന്റെ ധീരത പ്രശ്നമല്ല ഉമറേ. വഇൻ ശർറൻ ഫഖതൽനാഹു ബിസൈഫിഹി. നിന്റെ പെരടി വെട്ടാൻ നിന്റെ വാള് തന്നെ മതി ഹംസക്ക് എന്ന് പറഞ്ഞ സയ്യിദുശ് ശുഹദാ ഹംസത്തുൽ ഖറാറിന്റെ മുഖം കണ്ട ഹകീം യാചനയുടെ ഭാവത്തിൽ പറഞ്ഞു, ഹൗദിലെ വെള്ളം കുടിക്കാൻ വന്നതാ. വെള്ളം കൊടുത്തു, വെള്ളം കുടിച്ചു, പോയി. അബൂജഹൽ കണക്കറ്റ് പരിഹസിച്ചു, ആക്ഷേപിച്ചു, തെറി പറഞ്ഞു, ചോദിച്ചു. ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാരിൽ ആ ഹൗദ് പൊളിക്കാൻ പറ്റിയ ആൺകുട്ടികളുണ്ടെങ്കിൽ മുന്നിൽ വരണം. മോയിൻകുട്ടി വൈദ്യര് മനോഹരമായി പറയുന്നുണ്ട്, യുദ്ധപാടവത്തിന്റെ സർവസ്വവും കൈയടക്കിയ 18 പോരാളികളുടെ നടുവിൽ ഇനി വരാൻ പോകുന്ന മനുഷ്യൻ ഒറ്റക്കൈ കൊണ്ട് പോരാടിയാൽ 18 ആയുധങ്ങൾ കൊണ്ട് പോരാടാൻ കഴിവുള്ള യുദ്ധപാടവമുള്ള അസ്വദ് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞവരാ. ഹംസത്തുൽ ഖറാറുമായി പോരാട്ടം കുറിക്കാം. ബദർ തുടങ്ങാം. ഒരു സയ്യിദാ തുടങ്ങുന്നത്. ഒരു സയ്യിദ് അവരുകൾ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. അസ്വദ് വരികയാണ്. വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പി അസ്വദിൽ മാറടാ. വള്ളൽ നബി മഹമൂദ് ഹൗദീന വെള്ളം കുടിക്കുന്നവനാരടാ. അംബർ സഫിയുള്ള കാവൽ വച്ചുള്ള സംഭാരമിൽ ചെന്ന് ചേരടാ. ഖൈറുൽ വറാ നബിയാ
പെരിയാർ കുളത്തീന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ, വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വന്ന വിലക്കോടെ വെള്ളം കുടിക്കട്ടെ. ഇത്ര മനോഹരമായ ആ യുദ്ധത്തിന്റെ വേഗത, വാളുകൾ വീശുന്ന വേഗത. 7 വാള് കൊണ്ടുപോയി ബദറിലേക്ക്. അതിൽ 7ാമത്തെ വാള് എങ്ങനെന്നറിയുമോ? ഒരു മുഴം നീളമുള്ള പിടിയുടെ ഭാഗം തുരുമ്പിച്ചൊരു കൊച്ചുവാളുണ്ട്, ഒരു കുഞ്ഞുവാള്. ആ വാളെടുക്കാൻ സ്വഹാബത്തിൽ ആരെയും ഏൽപ്പിച്ചില്ല. ആ വാള് മതി എനിക്ക്. ബാക്കിയുള്ള യുദ്ധത്തിന്റെ പാഠവങ്ങളും പോരാട്ടത്തിന്റെ ചുവടുവെപ്പിന്റെ രഹസ്യങ്ങളും അറിയാവുന്ന സ്വഹാബത്തിന്റെ പോരാളികളിലെ ആശാനായ മഹാനായ ഹംസത്തുൽ ഖറാർ വാള് പോലും വേണ്ട എന്നാലും ആർക്കും കൊടുക്കാൻ ധൈര്യപ്പെടാത്ത, അപകടം നിറഞ്ഞ തുരുമ്പിച്ച പിടിയുടെ ഭാഗം തുരുമ്പിച്ച ദുർബലമായ ആയുധം കയ്യിലേന്തിയിട്ട് അസ്വദിന്റെ മുന്നിലേക്ക് ചാടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ടംബി അസ്വദിൽ മാറടാ. ടംബി എന്ന് പറഞ്ഞാൽ ഇടിമിന്നലിന്റെ വേഗത. പെട്ടെന്ന് തന്നെ അസ്വദിന്റെ മുന്നിലേക്ക് എടുത്തു ചാടി. സ്വഹാബികളായ ബദരീങ്ങളുടെ 2ാമത്തെ പ്രത്യേകത അശ്ശിദ്ദാഉ അലൽ കുഫാർ. അവരുടെ പ്രത്യേകത കുഫാർ, നിഷേധികൾ, തെമ്മാടികൾ, ധർമ്മത്തിനെതിരെ നിൽക്കുന്നവരുടെ മുഖത്തിന്റെ ഗൗരവമോ സ്ഥാനത്തിന്റെ വലിപ്പമോ ആയുധത്തിന്റെ തിളക്കമോ പ്രശ്നമല്ല. ബദരീങ്ങളുടെ പ്രത്യേകത 2ാമത്തേത് വിശദീകരിക്കുന്നില്ല. 3ാമത്തേത് റുഹമാഉ ബൈനഹും, കാരുണ്യം, സ്നേഹം. ബദരീങ്ങൾ അങ്ങനെയായിരുന്നു. യർമൂക്ക് യുദ്ധത്തിന്റെ രണഭൂമിയിൽ ബദരീങ്ങളിൽപ്പെട്ട ഇയാസും ഇക്രിമയും വെട്ടേറ്റ് കിടക്കാം. ഒരാളുടെ ഇടത്തെ കഴുത്തിനും മറ്റേയാളുടെ വലത്തെ കഴുത്തിനാ വെട്ടേറ്റത്. രണ്ടുപേരും മുഖം ചെരിഞ്ഞ് ഇപ്പോൾ മരിക്കും എന്ന അവസ്ഥയിൽ കിടക്കുന്നതിന്റെ ഇടയിലാ സഹാബികളിൽ ആരോ മരണത്തിന്റെ ദാഹജലം 2 പേരിൽ ഇക്രിമയുടെ കയ്യിൽ കൊടുക്കുന്നു. അബൂജഹലിന്റെ മകനായ ഇക്രിമ, മഹാനായ ഇക്രിമ ആ വെള്ളത്തെ മഹാനായ ഇയാസിലേക്ക് പതുക്കെ തള്ളിക്കൊടുത്തു. ആ ദുർബലമായ ശരീരത്തിന്റെ അവസാനത്തെ ചലനം നഷ്ടപ്പെടുന്നത് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് മരണത്തിന്റെ ദാഹജലം പങ്കുവെക്കുന്നത് ധൃതിയിലായി. ഇരുവരും കുടിച്ചില്ല എന്നുള്ളതാണ് ചരിത്രം. ബദരീങ്ങളുടെ ഏറ്റവും വലിയൊരു മനോഭാവം സ്നേഹ. ബദരീങ്ങളുടെ ഏറ്റവും വലിയ മനോഭാവം കരുണയാ. അവരങ്ങനെയാ ജീവിച്ചത്. അവരുടെ മാർഗത്തിലേക്ക് കടക്കാനാ നമ്മോട് പറഞ്ഞത്. നേരെ വരച്ച വരയിലൂടെ അള്ളാഹുവിലേക്കുള്ള വഴി ഇതാണെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പല വഴികളുമുണ്ട്. എന്നാൽ ഈ ബദരീങ്ങളുടെ വഴി മഹാനായ പാണക്കാട്ട് കുടപ്പനക്കൽ തറവാട്ടിലെ കിരീടം വെക്കാത്ത ചക്രവർത്തി മഹാനായ സയ്യിദ് ആറ്റപ്പൂത്തങ്ങൾ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ മഹാനവറുകളുടെ വിലായത്തിന്റെ പദവിയിലിരുന്നു കൊണ്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് അവിടുത്തെ കറാമത്തിന്റെ ഒരു വലിയ മാസ്മരികമായ ഒരു പ്രസരണം പോലെ 10,000-കണക്കിന് മജ്‌ലിസുകളിലേക്ക് ഇജാസത്ത് കൊടുത്ത ആ മജ്‌ലിസുൻ നൂറിന്റെ അനുഗ്രഹീതമായ സദസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്. കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നത്. ബദരീങ്ങളുടെ പ്രകീർത്തനം കൊണ്ട് വലിയ വലിയ ആപത്ത് മുസീബത്തുകൾ തടുക്കപ്പെടുക. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളൊക്കെ പോകുന്നത്. അത് സ്വഹാബത്തിന്റെ വിശ്വാസമായിരുന്നു. ആപത്ത് മുസീബത്തുകൾ തടുക്കുന്നതിന് വേണ്ടിയിട്ട് മഹാന്മാരെ തവസ്സുലാക്ക. കാണാമല്ലോ, മഹാനായ ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹ്ദിയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ മരണശേഷം, ആരാ ഫാത്തിമ ബിൻത് അസദ്? സുദീർഘമായ ഹദീസ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഫാത്തിമ ബിൻത് അസദ് അല്ലാഹുവിന്റെ ഹബീബിന് ഒരുപാട് ഭക്ഷണം വായിൽ വെച്ചു കൊടുത്ത പ്രിയപ്പെട്ട പോറ്റുമ്മയാ. ചുടുചുംബനം കൊണ്ട് മുത്തുനബിയുടെ നെറ്റിത്തടം വീർപ്പ് മുട്ടിയത് ആർക്ക്
വേണ്ടിയിട്ടാണോ ആ ഫാത്തിമ ബിൻത് അസ്ദ് മരണപ്പെട്ട വിവരം അറിഞ്ഞ ഹബീബായ നബി തങ്ങൾ ഗദ്ഗതത്തോടുകൂടി ആ വീട്ടിലേക്ക് എത്തി. മയ്യത്ത് പരിപാലനത്തിന്റെ ചടുലമായ കാര്യങ്ങളിലേക്ക് അവിടുന്ന് വ്യാപൃതനായി. അവിടുന്ന് ഇട്ടിരിക്കുന്ന കമീസിന്റെ ആ വസ്ത്രം പോലും അഴിച്ച് കർപ്പൂരം കലക്കിയ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്ത് ബർക്കത്തിന് വേണ്ടി മയ്യത്ത് കുളിപ്പിക്കാനുള്ള മൂന്നാമത്തെ വെള്ളമായി ഈ കമീസ് നനച്ച വെള്ളം ഉപയോഗിക്കണമെന്ന് പറയുന്നത് മഹാനായ ഇമാം ഹാക്കിമിന്റെ മുസ്തദറക് എന്റെ കയ്യിലുണ്ട്. വെളുത്ത കടലാസിൽ കറുത്ത മഷിയിൽ ഇപ്പോഴും കാണാം. ആ ഹദീസിൽ കാണാം മുത്തായ നബി തങ്ങൾ 3 സഹാബികളെ ഖബർ കുഴിക്കാൻ പറഞ്ഞയച്ചിട്ട് 3 സഹാബികളും ഖബർ കുഴിച്ച് തീരുന്നതിന് മുന്നേ അവിടേക്ക് എത്തി. ആ ഖബറിലിറങ്ങി മണ്ണ് വാരിയിട്ടിട്ട് അവസാനം ഉള്ളിലെ ഖബറുണ്ടല്ലോ, പുള്ളക്കബർ അല്ലെങ്കിൽ കുട്ടിക്കബർ എന്ന് പറയുന്ന ഖബറിന്റെ അകത്തേക്ക് മുത്തായ നബി തങ്ങൾ ചെരിഞ്ഞു കിടന്നിട്ട് അള്ളാന്റെ ഹബീബിന്റെ പൂമേനി കൊണ്ട് ഖബറിനെ ആദ്യമൊന്ന് ഹബീബായ നബി തങ്ങൾ തയ്യാറാക്കി വെച്ചിട്ട് ഖബറിൽ കിടന്നുകൊണ്ട് റസൂലുള്ളാഹി ദുആ എന്നത്, ഈ ശരീരം കിടന്ന് ഈ ഖബറിലേക്ക് വരാനുള്ളതിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമ ബിൻത് അസ്ദ് ആണ്. റബ്ബേ, നിന്റെ ഹബീബിനെ സ്നേഹിച്ച ആ ഉമ്മായുടെ ഖബർ നീ വിശാലമാക്കണം. ബിബറക്കത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിബറക്കത്തിൽ അംബിയാഇ വൽ മുർസലീൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു. ആ ബറക്കത്തിന്റെ കാവൽ, ഖബറിന്റെ ഇരുട്ടിൽ പോലും ആ കാവല, എവിടെയും ആ കാവല ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട്, അസ്ഹാബുൽ ബദറിന്റെ ഹക്ക് കൊണ്ട്. ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ തന്നെ മറ്റൊരു ഹദീസ് കാണാം. സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ വന്നുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അല്ലാഹുവോട് പ്രാർത്ഥനയിൽ നിരന്തരം നിലകൊണ്ടല്ലോ. മഹാനായ ജലാലുദ്ദീൻ സുയൂത്തിയുടെ ദുറുൽ മൻസൂറിൽ പരിശുദ്ധ ഖുർആൻ അൽ ബഖറ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, 300 കൊല്ലം കരഞ്ഞു. ആദ്യത്തെ 40 കൊല്ലം ആകാശത്തേക്ക് ലജ്ജയോടുകൂടെ നോക്കാൻ കഴിഞ്ഞില്ല. 300 കൊല്ലം തുടർന്ന് കരഞ്ഞ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണുനീര് തീർന്നു. ഇനി മഹാനവറുകൾ കരച്ചിൽ മഹാനവറുകളുടെ കരച്ചിൽ നിർത്തിവെക്കാനുള്ള അവസാനത്തെ ആ സന്ദർഭത്തിൽ അള്ളാഹു അതിന്റെ കോഴ്സ് പൂർത്തിയായപ്പോൾ, അല്ലെങ്കിൽ കരഞ്ഞു തീർക്കണമെന്ന് അള്ളാഹ് നിശ്ചയിച്ച സമയമെത്തിയപ്പോൾ അള്ളാഹു മഹാനവറുകൾക്ക് കൊടുത്തൊരു ബോധമുണ്ട്. മുഹമ്മദ് നബിയെ തവസ്സുലാക്കിയിട്ട് ദുആരക്കാൻ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ദുആരക്കുന്നുണ്ട്. പടച്ചോനെ എനിക്ക് പൊറുക്കണേ ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് രേഖപ്പെടുത്തുന്ന മഹാനായ ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ ഹദീസിന്റെ ചേർന്ന് തന്നെ പറയുന്നുണ്ട്, ഹാദാ ഹദീസുൻ സ്വഹീഹുൽ ഇസ്നാദ്. ഇതിലേനി ഈ ഹദീസ് ലഈഫാണെന്ന് പറയാൻ ഉമ്മ പെറ്റ മക്കളറിഞ്ഞ് തുള്ളി കളിക്കണ്ട. സ്വഹീഹുൽ ഇസ്നാദ്, ഈ ഹദീസിന്റെ പരമ്പര സ്വഹീഹ, ഇതിലേക്ക് ഇനി ആരും വരണ്ട. ബിഹഖി മുഹമ്മദിൻ ദാഹമൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദ് തിങ്കളാൽ തുണറബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബക്കറ്റ് വിട്ടോളൂ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് സഹോദരന്മാരെ, ബദരീങ്ങളില്ലാതെ ദീനില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ പരമ്പര ബദരീങ്ങളിലൂടെയാ. ബദരീങ്ങളെ മാറ്റി നിർത്തിയാൽ നമുക്കൊരു ദീനില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അംഗീകരിച്ചതാണല്ലോ, ഹബീബായ നബി തങ്ങൾ പോലും അംഗീകരിച്ചതാണല്ലോ. കാണാമല്ലോ ഹദീസില് മഹാനായ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നതായി കാണാം. ഖാലിദ് ഇബ്നു ദക്വാൻ എന്ന സ്വഹാബിയായി ഹദീസ് രേഖപ്പെടുത്തുന്നത് ഉദ്ധരിക്കുന്നത് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ്. റുബയ്യ ഇബ്നു മുഅബ്ബദ് എന്ന് പറയുന്ന സ്വഹാബി വനിതയുണ്ട്. ഹബീബായ നബിയോട് കുടുംബ ബന്ധമുള്ള, അവിടത്തേക്ക് മുലകുടി ബന്ധമുള്ള ഒരു ഉമ്മയാണ്, ഒരു സഹോദരിയാണ്. അവരുടെ വിവാഹത്തിന്റെ പിറ്റേ ദിവസം റസൂലുള്ളാഹി അവരുടെ വീട്ടിലേക്ക് ചെന്ന കാര്യം പറയുകയാ. ഖാലിദ് ഇബ്നു ദക്വാനിനോട് മഹ്ദി അവറുകൾ പറയുകയാണ്, ഖാലിദ് എന്നവരെ ദഖല അലയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗദാത ബുനിയ അലയ്യ, എന്റെ കല്യാണത്തിന്റെ പിറ്റേ ദിവസം അല്ലാഹുവിന്റെ ഹബീബ് എന്റെ റൂമിലേക്ക് വന്നു. എന്റെ വീട്ടിൽ വന്ന് മുത്തുനബി തങ്ങൾ എന്റെ റൂമിലേക്ക് വന്നു. ഫജലസ അലാ ഫിറാശി, എന്റെ കട്ടിലിൽ എന്റെ വിരിപ്പിൽ എന്റെ അടുത്ത് നബി തങ്ങൾ ഇരുന്നു. കമജ്ലിസുക മിന്നി,
ഖാലിദ് ഇബ്നു ദക്വാൻ എന്നവരെ, അങ്ങ് എന്റെ അടുത്ത് ഇരിക്കുന്ന പോലെ, ഒരാങ്ങളെ പെങ്ങളുടെ അടുത്തിരിക്കുന്ന പോലെ, മുലകുടി ബന്ധത്തിൽ സഹോദരനായ മുത്തായ നബി തങ്ങൾ എന്റെ അടുത്ത് വന്നിരുന്നു. എന്റെ തൊട്ടടുത്തിരുന്നപ്പോൾ അള്ളാന്റെ ഹബീബ് വന്നതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ കൂടിയിരുന്ന പെൺകുട്ടികൾ അവിടെ വെച്ചുകൊണ്ട് കല്യാണത്തിന്റെ പിറ്റേ ദിവസം ബദറിൽ ഷഹീദായ മഹാന്മാരായ ബദരീങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് എന്റെ കല്യാണ വീട്ടിൽ കല്യാണത്തിന്റെ അന്ന് റസൂലുള്ളാഹി വരുന്ന അന്ന് ബദരീങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ദഫടിച്ചുകൊണ്ട് ചെറിയ കുട്ടികൾ പാട്ട് പാടുകയാ. ബദരീങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ദഫടിച്ച് കുട്ടികൾ പാടുമ്പോഴാ മുത്തായ നബി തങ്ങൾ കയറി വരുന്നത്. ഹത്താ ഖാലത്ത് ജാരിയത്തുൻ മിൻഹുന്ന, കൂട്ടത്തിൽ വെച്ച് ഒരു കുട്ടി ആ പാട്ടിന്റെ യശല മാറ്റുകയാ. മുത്തുനബി വരുന്ന സമയത്ത് ആ കുട്ടി പാട്ടിന്റെ യശല മാറ്റുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ചുള്ള പ്രകീർത്തനത്തിലേക്ക് വരികൾ വഴിമാറുകയാ. വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ, റസൂലുള്ളാഹിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒറ്റ വരിയേ ആ കുട്ടി പാടിയുള്ളൂ. അള്ളാന്റെ ഹബീബിനെ പ്രകീർത്തിച്ചുകൊണ്ട് മുത്തുനബി വരുന്ന കണ്ടപ്പോ, കല്യാണ വീട്ടിലേക്ക് മുത്തുനബി വരുന്ന കണ്ടപ്പോൾ നബി തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ആ കുട്ടി ഒരു വരി പാടിയപ്പോഴേക്കും ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ പറഞ്ഞു, ലാ തഖൂലി ഹകദാ, കുഞ്ഞേ നീ എന്നെ പറ്റി ഇങ്ങനെ പ്രകീർത്തിച്ച് പാടല്ലേ. വഖൂലി മാ ഖുൽതി തഖൂലി, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ മഹാന്മാരായ ബദരീങ്ങളെ കുറിച്ച് പാടിയില്ലേ, ബദരീങ്ങളെ കുറിച്ച് പാടിയതങ്ങ് പാടുമോനെ മോളെ, ഞാനൊന്ന് കേൾക്കട്ടെ. നബി മുഹമ്മദ് മുസ്തഫ വജാദോ ബി അംവാലിൻ വബാഉ നഫൂസഹു ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി സ്വലാത്തു വതസ്ലീമും വഅസ്കാ അലൽ മുസ്തഫൽ മുഖ്താരി وشرف منهم أهل بدر إلهنا بأنواع آلاء وأعلى مزيتي صلاة وتسليم. وفي مدحهم جاء الكتاب والسنة كفاهم لهم نص كتابي وسنتي وصلى على الهادي وآله وصحبه. ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട സ്വഹാബികൾ ബദരീങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പലതും കൊടുത്തതാ. അവർ കൊടുത്ത് ഹബീബായ നബി തങ്ങൾക്ക് സർവ്വരീതിയിലും തൃപ്തരായി കഴിഞ്ഞപ്പോ അവരുടെ ജീവിതത്തിൽ വന്ന അപാകതകളെ അല്ലാഹു പൊറുക്കുകയാ. അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അവസ്ഥയിൽ കഴിയുന്നവരുടെ കൂടെ കൂടുമായിരുന്നു, രോഗികളെ പരിചരിക്കുമായിരുന്നു, ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുമായിരുന്നു. ബഹുമാന്യരായ ബദരീങ്ങളുടെ വഴി അതായിരുന്നു. നിഷ്കളങ്കമായി നിർലോഭം അവർ ചെയ്തിരുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പോരാട്ടത്തിൽ അവർക്ക് ഹൃദയത്തിലുള്ള ഇഖ്ലാസ് ഏതുപോലെയോ അതുപോലെ തന്നെ അവർ നിറഞ്ഞു നിന്നിരുന്ന ഏത് മേഖലകളിലോ. ഞാൻ ചുരുക്കുകയാണ്. നവാദിറുൽ ഖൽയൂബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഉള്ളിലേക്ക് അങ്ങിറങ്ങണം മുഅ്മിനേ, അല്ലാഹു ഉള്ളിലേക്ക് അങ്ങിറങ്ങണം. ഹബീബായ നബി തങ്ങൾ ഉള്ളിലേക്ക് അങ്ങിറങ്ങണം. നവാദിറുൽ ഖൽയൂബിനിൽ ഒരു യുദ്ധരംഗം പറയുന്നുണ്ട്. യുദ്ധം ഈ കാലഘട്ടത്തിൽ വല്ലാതെ സദസ്സുകളിൽ പറയുകയല്ല, നിഷ്കളങ്കതയെ ഒന്ന് പറയാൻ വേണ്ടി, ഹൃദയത്തിലുള്ള ആർദ്രതയെ ഒന്ന് പറയാൻ വേണ്ടി, ആത്മാർത്ഥതയെ ഒന്ന് പറയാൻ വേണ്ടി, അകാരണമായി വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഒരു ജീവൻ
എടുക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിനെ ഭയന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി, ഇസ്ലാമിക പക്ഷം ധർമ്മത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, ക്ഷമയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പോരാടാൻ പോയോടെ തന്ന് മുന്നിൽ നിന്ന് നയിച്ച ആള് മഹാനായ ബദരീങ്ങളുടെ നേതാവ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് എന്ന ഖാജാ. 3 പതാകയാ ബദറിലേക്ക് കൊണ്ടുപോയത്. ആ 3 പതാകയിൽ ഒരു പതാക കറുത്ത പതാകയാ. കറുത്ത പതാക റസൂലുള്ള കൊടുത്ത ആളാ അലിയാർ തങ്ങള്. വെളുത്ത പതാക ഉണ്ടായിരുന്ന 2 എണ്ണം. ഒരെണ്ണം മുസ്അബ് ഇബ്നു ഉമൈറിന്റെ കയ്യിലാ കൊടുത്തത്. മക്കയിൽ നിന്നും മദീനക്കാർക്ക് ദീൻ പഠിപ്പിക്കാൻ പോയ ആലിമായ സ്വഹാബിയ. 3ാമതൊരു പതാകയുണ്ട് മൂമിനേ. 3ാമത്തെ പതാക മഹാനായ സഅദ് ഇബ്നു മുആദിന്റെ കയ്യിലാ കൊടുത്തത്. 217ഓളം വരുന്ന മദീനക്കാരായ ബദരീങ്ങളുടെ നേതാവാ. 35ാമത്തെ വയസ്സിൽ ഷഹീദായി മരിക്കുന്ന മഹാനാ. ആ 3ാമത്തെ വെളുത്ത പതാക മഹാനായ സഅദ് ഇബ്നു മുആദിന്റെ കയ്യിലാ കൊടുത്തത്. ഞാൻ വിഷയത്തിലേക്ക് വരാം. ബദറിലേക്ക് കൊണ്ടുപോയ 3 പതാകയിലെ കറുത്ത പതാക, നടുക്ക് പിടിച്ചു നിന്ന കറുത്ത പതാക, നേതൃത്വത്തിന്റെ പതാക പിടിച്ച മഹാനായ അലിയാർ തങ്ങൾ യുദ്ധത്തിൽ നവാദിറുൽ ഖൽയൂബിൻ പറയാ, ഇസ്ലാമിക പക്ഷത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പടപൊരുതുമ്പോ ശത്രുപക്ഷത്തിന്റെ നേതാവ് അവിചാരിതമായി മുന്നിൽ വന്നു കൂടുകയാ. എല്ലാവരും സ്തംഭിച്ചു നിൽക്കാ. വളരെ വിരളമായി കണ്ടിട്ടുള്ള പോരാട്ടമാണ്. 2 സംഘത്തിന്റെയും നേതാക്കൾ തമ്മിൽ ചടുലമായ യുദ്ധത്തിന്റെ ചുവടുവെപ്പുകൾ മനോഹരമായി കാഴ്ചവെക്കുമ്പോ ഉയരം കുറഞ്ഞ മനുഷ്യനായ തങ്ങള് മഹാനവറുകളുടെ അതിവേഗത്തിലുള്ള ചാടിയുള്ള ചുവടുവെപ്പുകൾ കാണുമ്പോൾ ശത്രുപക്ഷത്തിന്റെ നേതാവ് പോലും അമ്പരന്ന് നിൽക്കാ. എന്നാലും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പോരാട്ടത്തിന്റെ ഇടയിൽ ഒരു തിളങ്ങുന്ന ആയുധം അതാ പാറിപ്പറക്കുകയാ. പൊടിപടലങ്ങളുടെ ഇടയിലൂടെ ആയുധം ആരുടെ കയ്യിൽ നിന്നും തെറിച്ചു പോയെന്നറിയാൻ കഴിയാതെ എല്ലാവരും സ്തംഭിച്ചു നിൽക്കുന്ന നേരത്താ ആകാശത്തിന്റെ അറ്റ്മോസ്ഫിയറിലൂടെ പാറിപ്പറന്ന് വന്നുകൊണ്ട് മുട്ടുകാലുകൊണ്ട് ഉയരം കൂടിയ നേതാവിന്റെ നെഞ്ചകത്തിലേക്ക് ഇടിച്ചു വീഴ്ത്തി ഉദരത്തിന്റെ മുകളിലിരുന്നു ആ പൊക്കം കുറഞ്ഞ ഉയരം കുറഞ്ഞ അലിയാർ തങ്ങൾ എന്ന് പറയുന്ന മനുഷ്യൻ. എന്നിട്ടോ ആയുധം തെറിച്ചുപോയ ശത്രുപക്ഷത്തിന്റെ നേതാവിനെ മലർത്തിയടിച്ച നെഞ്ചു പിളർത്താൻ വേണ്ടിയിട്ട് മഹാനായ അലിയാർ തങ്ങൾ കയ്യിലുള്ള വാൾ ഉയർത്തിപ്പിടിച്ചപ്പോ ശത്രുപക്ഷത്തിന്റെ നേതാവ് ഈർഷ്യതയോടുകൂടെ നിസ്സഹായതയുടെ അങ്ങേയറ്റത്തെത്തി നിൽക്കുന്ന അയാൾ കാർക്കിച്ചൊരു തുപ്പ് കൊടുക്കാ. മഹാനായ അലിയാർ തങ്ങളുടെ മുഖത്തേക്ക് കൊടുക്കാ. പിടികൂടി നെഞ്ചിലിരുന്നതിൽ പിന്നീട് കൊല്ലാതെ വന്ന അലിയുന അവരോട് ചോദിച്ചു, എന്താ തങ്ങളെ വല്ലാതെ എഴുന്നേറ്റ് പോരാൻ കാരണം കൊല്ലാതെ? മുഖത്തേക്ക് തുപ്പുകൊണ്ടപ്പോൾ അലിയാർ തങ്ങൾ ആഞ്ഞാഞ്ഞ് വെട്ടുമെന്നാ വിചാരിച്ചത്. തന്റെ കയ്യിലുള്ള ആയുധം വലിച്ചെറിഞ്ഞിട്ട് അലിയാർ തങ്ങൾ മാറിപ്പോകുന്നു കണ്ട് അത്ഭുതപ്പെട്ടവരോട് മഹാനായ അലിയാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അടിപെട്ട് വീണവൻ എൻ മുഖത്തൊരു തുപ്പ്, അപ്പോൾ എനിക്ക് അവനോട് വന്നു വെറുപ്പ്, അപ്പോൾ വധിച്ചാൽ എന്റെ ദേഷ്യം അടക്കലായി, അല്ലാഹുവിനല്ലാതെ ഞാൻ കൊല ചെയ്യലായി, ഞാനാരെയും എനിക്കായി വധിച്ചിട്ടില്ല, ലില്ലാഹിക്കല്ല ദുർവധം എനിക്കില്ല. ഉള്ളില് ഈമാൻ ഇഖ്ലാസ് കളങ്കമില്ലാതെ ഉള്ളിലേക്ക് കയറാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിന്റെ പിന്നാലെ പോവലല്ലാതെ വഴിയില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ മാർഗത്തിലൂടെ അല്ലാതെ അതിന് കഴിയൂല. ബദരീങ്ങളുടെ നേതാവായ സഅദ് ഇബ്നു മുആദിനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വെളുത്ത കൊടിയുമായി പോയ മഹാൻ 35ാമത്തെ വയസ്സിൽ ഖുറൈളക്കാരുമായുണ്ടായ യുദ്ധത്തില് കയ്യിലേറ്റ മുറിവ് കൊണ്ടാ മഹാനവറുകൾ വഫാത്താകുന്നത്. മുറിവേറ്റ സഅദ് ഇബ്നു മുആദ് ഉണ്ടല്ലോ,
മുറിവിൽ നിന്നും രക്തം വാർന്നൊലിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് അങ്ങോട്ട് ചൊല്ലുകയാ, മഹാനായ സഅദ് ഇബ്നു മുആദിനെ കെട്ടിപ്പുണരുകയാ. ഒരാളെ റസൂലുള്ളാഹി അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പുണരാ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അംഗീകാരമാ. സ്വഹാബികൾ പറയാ, സഅദിന്റെ കയ്യിന്റെ മുറിവിൽ നിന്നും രക്തം വാർന്നൊലിക്കുമ്പോൾ പുന്നാര പൂമാന്റെ താടിരോമം മുഴുവനും ആ രക്തം കൊണ്ട് നനഞ്ഞു കുതിരുകയാ. റസൂലുള്ളാഹിക്ക് വേണ്ടി കൊടുത്തത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മേഖലകളിൽ നിറഞ്ഞു നിന്ന് സഅദ് ഇബ്നു മുആദ്. എന്റെ പ്രിയമുള്ളവരെ, ബദരീങ്ങളെ കുറിച്ച് കാരുണ്യത്തിന്റെ ഒരു കേൾവി നമ്മൾ കേട്ടുപോകുമ്പോ അവര് പോയ വഴിക്ക് പോകണമെന്ന പ്രാർത്ഥനയിലൂടെ നിസ്കാരത്തിലൂടെയും മറ്റുമായി നമ്മൾ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം പറയുമ്പോ അതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ചിലതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്. ഒരു മഹാനായ സയ്യിദിരിക്കുന്ന സദസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ സദസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ചെറുപ്പക്കാരുടെ ഒരു സംഗമത്തിന്റെ ഏറ്റവും വലിയ പരിശ്രമത്തിൽ പങ്കാളികളാകാനാ ഞാനും നിങ്ങളും കൂടിയിട്ടുള്ളത്. അറിഞ്ഞോടത്തോളം കടലായി മേഖലയിലുള്ള ഈ പരിസരത്തെ SKSSFന്റെ പ്രവർത്തകരല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളാ ചെയ്യുന്നത്. സുഹൈലെ പ്ലീസ്, സുഹൈൽ. ആ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവണം. നൽകട്ടെ. അവസാനം ആ സംഖ്യ പറഞ്ഞവർക്ക് അല്ലാഹുവേ നീ ബർക്കത്ത് നൽകണേ. നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവയുടെ നിയ്യത്തുകൾ നീ സഫലമാക്കണേ. മരണപ്പെട്ടവരുടെ ഹദറത്തിൽ അതിന്റെ തവാബെത്തിക്കണേ. പ്രിയപ്പെട്ട സുഹൃത്ത് അലിയാർ സാഹിബിന്റെ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ട വിവരം ഞാൻ വരുന്ന വഴിയിൽ അറിഞ്ഞത്. അല്ലാഹുവേ പ്രിയപ്പെട്ട ഉമ്മാക്ക് നീ മഗ്ഫിറത്ത് നൽകണേ. സ്വർഗം കൊടുക്കണേ. അല്ലാഹുവേ റബ്ബേ അദ്ദേഹത്തെ ആ ഉമ്മയുടെ മകൻ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളുടെയും ദീനീ പ്രവർത്തനങ്ങളുടെയും തവാബ് ഒരു ജാരിയായ സദഖയായ അവരുടെ ഖബറിൽ എത്തിക്കണേ. ഈ സദസ്സുകളിലൊക്കെ വരുമ്പോ ഓർത്തു പോകുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് കോയ ബഅലവി SMK തങ്ങൾ, മഹാനായ ചെറുവാളൂർ ഉസ്താദ് അടക്കമുള്ള നബറല്ലാഹു മറാഖിദഹു. അല്ലാഹുവേ ഞങ്ങളുടെ മഹാന്മാരായ മശായിഖന്മാർ, നേതാക്കൾ എല്ലാവരുടെയും ഖബറിനെ വെളിച്ചമാക്കണേ. സ്വർഗമാക്കണേ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ. ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണേ. ഹജ്ജിനെ ആഗ്രഹിക്കുന്നവർക്ക് റബ്ബേ നീ എളുപ്പമാക്കല്ല. നീ അവർക്ക് സാധ്യമാക്കണേ. തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കണേ. ഹജ്ജ് ഫർദായവർക്ക് അത് നിർവഹിക്കാനുള്ള മഹാഭാഗ്യം എത്തിക്കുക. ഹജ്ജ് നിർവഹിക്കാതെ മരിപ്പിക്കല്ലേ. പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ. പ്രിയപ്പെട്ട SKSSFന്റെ പ്രവർത്തകർ ഈ നാട്ടിൽ നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, അല്ലാഹുവേ ചെറുതും വലുതുമായി അവർ ചെയ്യുന്ന അവരുടെ ധാരാളം പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്, അവലംബാർഹമാണ്, അതെല്ലാം മനോഹരമാണ്. അല്ലാഹുവേ എല്ലാം നീ കബൂലാക്കല്ല. ഞങ്ങളുടെ പൊന്നുമക്കൾ സമസ്തയുടെ പ്രവർത്തനങ്ങളുമായി നടക്കുമ്പോൾ അല്ലാഹുവേ ലഹരിക്കെതിരെ പറയാൻ അവരുടെ നാവിനതിനുള്ള തന്റെ ഇടം കൊടുക്കാൻ, ദഅവത്തിലും ഖിദ്മത്തിലുമായി കഴിയാൻ, ഒരുപാട് പേരെ നന്നാക്കാനുള്ള പ്രകാശം അവരുടെ ഹൃദയത്തിൽ നീ കൊടുക്കണേ. അല്ലാഹു അത് കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ മാ കാന സാലിഹൻ വഅസ്ലിഹ് ലനാ മാ കാന ഫാസിദ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.